ഫ്രണ്ട്സ് ഓഫ് KSSP അറേഞ്ച് ചെയ്തിട്ടുള്ള യാരലാവ ശാഷ സഹ ക്ലാസ് സീരീസിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഈ ക്ലാസ്സിൽ ഓരോ വിഷയവും അതില് ഈ സെഷൻ 1 നമ്മൾ യന്ത്രബുദ്ധിയുടെ യുക്തിയായിട്ട് തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ AI ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിദഗ്ധൻ എന്ന രീതിയിൽ പ്രത്യേകിച്ച് അരുൺ രവി സാറിനെ നമുക്ക് പരിചയപ്പെടുന്ന കാര്യമില്ല. എന്നാൽ പോലും NXL എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ CEO ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. ഇന്നെന്തായാലും യാരലാവ ശാസ്ത്രസഹ എന്ന പേരിൽ തുടങ്ങുന്ന ഈ AI ടോക്ക് സീരീസിന്റെ ആദ്യത്തെ സെഷനാണ്. ഇതിന്റെ ആദ്യ സെഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ മാജിക് ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ പലതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പല കാര്യങ്ങളും ജസ്റ്റ് ഒരു പ്രൈമർ പോലെ നമുക്ക് ഓർമ്മയിലുള്ള കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിലെ ഇന്നത്തെ ഒരു എൻറ്റയർ സംഭാഷണം നടക്കുന്നുണ്ടാവുക. ഇതിൽ ഞാൻ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ഇത് വളരെ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ നമുക്ക് റെവലേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ ഒരു വിഷയം എന്നുള്ളത് ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഈ ടോക്ക് സീരീസിന്റെ ഒരു ലക്ഷ്യവും അതിന്റെ ഒരു പ്രസക്തിയും കൂടി ഒന്ന് സൂചിപ്പിക്കാം. എന്തിനാണ് ഇത്തരത്തിലൊരു ടോക്ക് സീരീസ് തുടങ്ങിയത്? അത് ഫ്രണ്ട്സ് ഓഫ് KSSP ഇത്തരം ഒരു ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒരു സംഭാഷണങ്ങളിൽ ഞാനും കൂടി പങ്കാളിയായിട്ടുണ്ട്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ യന്ത്രബുദ്ധി എന്ന് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആ വിഷയത്തിൽ ഒരു ടെക്നോളജിയാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ അതൊരു ടെക്നോളജിയാണ്. പ്രഭാഷണം ആരംഭിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ അരുൺ രവി സാറിനെ ക്ഷണിക്കുക. ഈ ടെക്നോളജി ഏത് കാലത്തും ഏത് തരം ടെക്നോളജികളും നമ്മുടെ ജീവിതത്തിനെ മാറ്റിയിട്ടുണ്ട്. അതിൽ എത്ര ചെറിയ ടെക്നോളജി ആയിക്കോട്ടെ, ആദ്യകാലത്ത് കണ്ടുപിടിക്കപ്പെട്ട തീയാണെങ്കിലും അല്ലെങ്കിൽ ചക്രമാണെങ്കിലും പിന്നീട് കണ്ടുപിടിക്കപ്പെട്ട എന്ത് തന്നെയാണെങ്കിലും, ചട്ടി ആയിക്കോട്ടെ, കല ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേന ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, ഇതൊക്കെ ടെക്നോളജിയുടെ പ്രൊഡക്ട്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പല രീതിയിലാണ്. ചിലപ്പോൾ പുതിയ തൊഴിലുകൾ കൊണ്ടുവരും, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനെ മെച്ചപ്പെടുത്തും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിശ്ചിത തൊഴിലിനെ അത് ഇല്ലാതാക്കും, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ടിരുന്ന രീതികളെ മാറ്റും. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തിനെ പുനഃക്രമീകരിക്കുന്ന ഒരു റോൾ എപ്പോഴും ടെക്നോളജിക്കുണ്ട്. ആ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും അത്തരമൊരു റോളുണ്ട് എന്ന് നമുക്ക് വളരെ ലഘുവായി പറയാം. പക്ഷേ വളരെ ഗൗരവത്തിൽ പറഞ്ഞാൽ പണ്ടത്തെ ടെക്നോളജികൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ല ഇപ്പോൾ AI ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ AI പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും, അത് കൃത്യമായിട്ട് ധനേഷ് സൂചിപ്പിക്കേണ്ടായി, എല്ലാ മേഖലകളെയും അത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് പൂർണ്ണമായും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും പോസിറ്റീവായിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. പല രീതിയിലാണ് അത് അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നത്. ഇതിന്റെ എത്രത്തോളം ഡെപ്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു ടോക്ക് സീരീസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഫ്രണ്ട്സ് ഓഫ് KSSP പ്രേരിപ്പിച്ചത്. നമ്മൾ എപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കാണുമ്പോൾ അതൊരു ടെക്നോളജി എന്ന രീതിയിൽ അതിന്റെ എഞ്ചിനീയറിംഗ് സൈഡ് നോക്കും, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകൾ, അത് നമുക്ക് പരിചയമുള്ള കുറച്ച് ടൂളുകളൊക്കെ ഉണ്ട്. ആ ടൂളുകളൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖല, ഇപ്പൊ ഞാനൊരു അധ്യാപകനാണെങ്കിൽ അധ്യാപനത്തിന്റെ മേഖലയിൽ എനിക്ക് എങ്ങനെ AI ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എനിക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇത് മാത്രമാണോ ബാധകമാവുന്നത്? അല്ല. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത തലങ്ങളിൽ പോലും, ഉദാഹരണം നമ്മൾ രസിക്കുന്ന രീതി, എന്റർടൈൻമെന്റ്. അപ്പോൾ എന്റർടൈൻമെന്റിൽ നമ്മൾ പുതിയ തരം AI ജനറേറ്റഡ് കണ്ടന്റ് കാണുന്നു എന്നുള്ളതല്ല അവിടുത്തെ ഒരു പ്രസക്തി. ഉറപ്പായിട്ടും പുതിയ തരം കണ്ടന്റ് വരുന്നു, അത് നമ്മളെ രസിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ രസിക്കുന്ന രീതിയൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ കൂടിയും അടിസ്ഥാനപരമായി എന്റർടൈനിങ് എന്ന ഒരു അവസ്ഥയെ ഇത് സമൂലം മാറ്റുന്നുണ്ട്. ഇതുപോലെ പഠനം എന്ന അവസ്ഥയെ, പഠിപ്പിക്കുന്നതിൽ ടൂളുകൾ ഉപയോഗിക്കുക എന്നതിലുപരിയായി പഠനത്തിനെ നമ്മൾ സമീപിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ ഇലക്ഷനൊക്കെ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇലക്ഷനകത്ത് ഒരു 2 കൊല്ലം മുമ്പൊക്കെ നമ്മൾ
പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. AI ജനറേറ്റഡ് കണ്ടന്റ് ഒക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ വലിയ തരത്തിലുള്ള മലീഷ്യസ് ആയിട്ടുള്ള രീതികളിൽ ഇടപെട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ ഇതിന്റെ ഈ വൈവിധ്യമാർന്ന മേഖലകൾ, ഇമ്പാക്ട് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ പല രീതിയിൽ നോക്കണം. കാരണം അതിന് ഒരൊറ്റ കാഴ്ച മാത്രമൊന്നുമല്ല ഉള്ളത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഞാൻ പലപ്പോഴും ഈ ചർച്ചക്കിടയിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ഒരൊറ്റ പെർസ്പെക്റ്റീവിൽ നോക്കും, ഒരൊറ്റ കാഴ്ചയുടെ അറ്റത്ത് നമ്മൾ ഒരു നൂല് പിടിച്ചതുപോലെ നോക്കും. അത് നോക്കുമ്പോൾ ഒരു തരത്തിൽ നമുക്കതിനെ മനസ്സിലാവും. പക്ഷേ സാങ്കേതിക വിദ്യ എന്ന നിലയിലോ സമൂഹത്തിനെ മാറ്റിമറിക്കുന്ന ഒരു തലം എന്ന നിലയിലോ ഈ ഒരൊറ്റ രീതിയിലല്ല അത് പ്രവർത്തിക്കുന്നുണ്ടാവുക. അതിനെ ഓരോ വ്യക്തിയുടെ തലത്തിലും, ഓരോ സമൂഹത്തിന്റെ തലത്തിലും, ഓരോ ഐഡിയോളജിയുടെ തലത്തിലും ഒക്കെ തന്നെ അതിന്റെ ഇമ്പാക്റ്റുകൾ മാറി മാറി വരും. ഇത്തരത്തിലുള്ള പല തലത്തിലുള്ള കാഴ്ചകളെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു നൂലിൽ കോർത്തെടുത്തുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു ഇടം, ഇതൊരു ക്ലാസ് അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്നുള്ളതിലുപരിയായി ഒരു ചർച്ചാവേദിയായി ഉയർന്നു വരേണ്ട ഒരു സെഷനാണ് എന്ന രീതിയിലാണ് ഈ യാരാ ലാവാ ശാഷാ സാഹ എന്ന ഈ സീരീസ് തുടങ്ങി വെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ചുരുങ്ങിയതൊരു 8 അധ്യായങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. 8 അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ യാ എന്ന് പറയുന്നത് യന്ത്രബുദ്ധിയുടെ യുക്തി എന്ന ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിട്ടാണ് പോകുന്നത്. രാ എന്ന് പറയുമ്പോൾ രസം, രാഷ്ട്രീയം, രഹസ്യങ്ങൾ എന്നൊക്കെയുള്ള നിർമ്മിത ബുദ്ധിയുടെ രസകരമായ സാധ്യതകളും അതിൽ ഉൾച്ചേർന്നിട്ടുള്ള പൊതു രാഷ്ട്രീയവും നിർമ്മിത ബുദ്ധിയുടെ ലോകത്തിന്റെ രഹസ്യങ്ങളും ഒക്കെ കടന്നിട്ടുള്ള ഒരു വിഷയ ലോകമാണ് ഈ രാ എന്ന ഒരു അധ്യായത്തിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാ എന്നുള്ളത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുന്ന ലളിതമായിട്ടുള്ള ലഘു സങ്കേതങ്ങൾ, ലഘുവായ ഉപകരണങ്ങൾ, നമുക്ക് വളരെ ലഘുവായ AI ടൂളുകളെ പരിചയപ്പെടാനുള്ള ഒരു സെഷനായിട്ടാണ് ലാ ഉദ്ദേശിക്കുന്നത്. വാ എന്നത് വിദ്യാഭ്യാസം, വിജ്ഞാന സ്വാതന്ത്ര്യം, വാണിജ്യം എന്ന വിഷയങ്ങളെ അഡ്രസ് ചെയ്യും. ശാസ്ത്ര ഗവേഷണവും ശാസ്ത്രീയതയും എന്ന വിഷയത്തിനെ അഡ്രസ് ചെയ്യും. ഷാ എന്നുള്ളത് സ്പെസിഫിക്കായും ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മറ്റ് നവസാങ്കേതിക വിദ്യകൾ ഒട്ടനവധിയുണ്ട്. അതിൽ ഈ എല്ലാ നവസാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഷാ എന്ന ഒരു വിഷയത്തിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സ എന്നുള്ളത് സമൂഹം, സംസ്കാരം, സാഹിത്യം എന്നുള്ളതിനെ അഡ്രസ് ചെയ്യുമ്പോൾ, അവസാനത്തെ ഒരു അധ്യായമായ ഹ എന്നുള്ളത് 3 സാധ്യതകൾ, നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട പുതിയ ഭാഷ, പുതിയ ഭാവുകത്വം, നിർമ്മിത ബുദ്ധിയുടെ ചിരി എന്നുള്ളതൊക്കെ കവർ ചെയ്യുന്ന ഹ എന്ന ഒരു ടോപ്പിക്. നിർമ്മിത ബുദ്ധി സാമൂഹികവും സാംസ്കാരികവുമായി എങ്ങനെ അപകടങ്ങളെയും മനുഷ്യബന്ധങ്ങളെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ നിർമ്മിത ബുദ്ധിയുടെ പ്രകടമായ അപകട സാധ്യതകളെ ഒക്കെ കവർ ചെയ്യുന്ന ഒരു അവസാന സെഷൻ എന്നുള്ള രീതിയിലാണ് അവസാനത്തെ ഹ എന്നുള്ള ഒരു അധ്യായം കവർ ചെയ്തു പോകുന്നത്. ഇതാണ് എന്റെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നത്. ഇതെന്തിനാണ് ഇപ്പോഴും ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ സെഷന്റെ തുടർച്ച എന്ന് പറയുന്നത്, ഇതിപ്പോ ഇടവേളകൾ എങ്ങനെ മാറി മറിഞ്ഞാലും ഇതിന്റെ ഒരു തുടർച്ച ഈ പറയുന്ന വിവിധ വിഷയങ്ങളെ കവർ ചെയ്തുകൊണ്ടുള്ളതായിരിക്കാം. ഇത് ചിലപ്പോഴൊക്കെ ചില വിഷയങ്ങൾ ഓവർലാപ്പ് ചെയ്ത് വരികയും ചെയ്യും. കാരണം രസത്തിനെ പറ്റി പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസം കടന്നു വരും. അങ്ങനെ പലതരത്തിൽ ഇവ ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ടാകും. ആ ഓവർലാപ്പ് ചെയ്ത് വരുന്നതും ഒക്കെ പരിപൂർണമായി നമ്മൾ ഇതിനെ സമീപിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കിട്ടുക എന്നുള്ളത് ഒന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അടുത്ത എന്റെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും സൂചിപ്പിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം യന്ത്രബുദ്ധിയുടെ യുക്തിയും ചരിത്രവും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യന്ത്രബുദ്ധി അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയപ്പെടുന്ന ആ ഒരു വിഷയമേഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനകത്തുള്ള അടിസ്ഥാന പാഠങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്, ഇത്രയും വിഷയങ്ങൾ മാത്രമേ ഇന്ന് കവർ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം, ഇവിടെ വന്നിരിക്കുന്ന 79 ആൾക്കാരുണ്ട്. എൻ്റെ തന്നെ, ഞാൻ 2 ഡിവൈസിൽ നിന്ന് കയറിയത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയൊരു 77 ആൾക്കാർ അല്ലെങ്കിൽ 78 ആൾക്കാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിഷയം അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ
ഇതൊരു പുതിയ വിഷയമായി സമീപിക്കേണ്ട, പകരം നമ്മൾക്ക് അറിയാവുന്ന ഒരു വിഷയത്തിനെ നമ്മൾ ഒന്നും കൂടി തിരിഞ്ഞു നോക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇതൊരു തുടക്കമിടലാണ്, ഒരു അടിസ്ഥാനം കെട്ടിയെടുക്കൽ എന്നുള്ള ഒരു ധാരണ മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, ഒരു നിമിഷം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണ്, യന്ത്രചിന്തയുടെ യുക്തിയും അതിന്റെ ചരിത്രവും എന്നുള്ളതാണ്. അപ്പോൾ യന്ത്രചിന്ത എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി തന്നെയാണ്. അതിന്റെ വളരെ പ്രാഥമികമായ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യന്ത്രത്തിന് മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുമെങ്കിൽ അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. അതായത് മനുഷ്യരെ പോലെ സ്മാർട്ടായി ബിഹേവ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറുകളെ സഹായിക്കുന്ന ഒരു ടെക്നോളജി, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇവിടെ ഞാൻ മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞെങ്കിലും മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു മൃഗത്തിനെ പോലെ ചിന്തിച്ചാലും മതി. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സ്വബോധമുള്ള മൃഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നായ എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പശു എടുക്കുകയാണ്, അതിനൊക്കെ ചില കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുക്കാൻ പറ്റും. ഒരു വഴിയിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഒരു നായ വരുന്നതിന് ഒന്ന് വഴി മാറി പോകാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് സ്വയം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത്തരത്തിൽ മനുഷ്യനെ പോലെയോ മൃഗങ്ങളെ പോലെയോ ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ സ്വയം പഠിക്കാനോ ഒക്കെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് പറയും. അപ്പൊ ഇതില് നമ്മുടെ ഹെഡിങ്ങിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ വന്നു. യന്ത്രബുദ്ധിയുടെ യുക്തിയും അതുപോലെ ചരിത്രവുമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ചോദ്യമാണ് ഇതാണ്, നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, യുക്തിയെ പറ്റിയും സംസാരിക്കുന്നു. ഈ യുക്തിയും ബുദ്ധിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അവ തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊന്നറിയുന്നത് നല്ലതാണ്. കാരണം പിന്നീട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ആ ഒരു ഐഡിയ വളരെ പ്രധാനമായ ഒന്നാണ്. അപ്പോ യുക്തി എന്ന് പറയുന്നത് ലോജിക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോജിക്കിനകത്ത് കൃത്യമായ റൂൾസ് ഉണ്ട്, കൃത്യവും കർക്കശവുമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ഒരു ഉറപ്പായ ഫലം നമുക്ക് കിട്ടും. അപ്പോ നമ്മുടെ അടുത്ത് ഒരാൾ പറയാണ്, ഇവിടെ നിന്ന് 10 ചുവട് മുന്നോട്ട് നടന്നിട്ട് വലത്തോട്ട് തിരിയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൃത്യമായി പാലിക്കുകയാണെങ്കിൽ അത് യുക്തിയുടെ ലോജിക്കലായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഈ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് പണ്ട് ഒട്ടനവധി ടെക്നോളജികൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് അറിയുന്ന ഒരു ടെക്നോളജിക്കൽ ഡൊമൈൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന്റെ മേഖലയിൽ ഒരു യന്ത്രത്തിനോട്, ഒരു കമ്പ്യൂട്ടറിനോട് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ നിശ്ചിതമായ നിയമങ്ങൾ അതിന് പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ വന്നാൽ, ഇപ്പോൾ എപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കറിയാം, ഏറ്റവും ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിലെ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഫ് എൽസ് ആണെന്ന് പറയാം. ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതില്ലാന്നൊന്നും അല്ല. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇഫ് എൽസ് ആണ്. ഇഫ് സംതിങ് ഹാപ്പൻസ് ദെൻ യു നീഡ് ടു ഡു സംതിങ് എൽസ്. അങ്ങനെ ഒരു ഫോമാറ്റ്, അല്ലെങ്കിൽ എൽസ് യു നീഡ് ടു ഡു സംതിങ് അതർ ദാൻ ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ ലോജിക്കലി ഒരു ഉപകരണത്തിന് പഠിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് അതല്ല. ഇന്റലിജൻസിൽ നിങ്ങൾ യുക്തി ഉപയോഗിക്കും, യുക്തി ഉപയോഗിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനകത്തൊരു അനിശ്ചിതത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആ അനിശ്ചിതത്വത്തിനെ നേരിടുന്നതിന്, ഒരു അൺസർട്ടനിറ്റിയെ നേരിടുന്നതിന് പഠിച്ചുകൊണ്ട്, നമ്മൾ സ്വയം പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പഠിച്ചുകൊണ്ടോ നമ്മൾ സർഗാത്മകമായി നേരിടാനുള്ള ഒരു ശേഷി ഈ ഇന്റലിജൻസിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമ്മളിവിടെ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കണക്ക്, ഒരു കുട്ടിയെ കണക്ക്. ആ കുട്ടിക്ക് നമ്മൾ ഒരു കളിപ്പാട്ടം കൊടുക്കുമ്പോൾ ആ കുട്ടി സ്വയം അതിനെ കളിപ്പാട്ടത്തിനെ വെച്ച് കളിക്കുന്നത് പോലെ ഈ ഒരു യന്ത്രത്തിനും ഇത്തരം സ്വയം പഠിക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രിക്കി ക്വസ്റ്റ്യൻ അതിന് പല ഉത്തരങ്ങളും ഉണ്ട്. ആ ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. നമ്മൾ ഇപ്പൊ കാണുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ശരിക്കും ബുദ്ധിയുണ്ടോ, അതോ ഇത് യുക്തി മാത്രം വെച്ചിട്ടുള്ള ഒരു കള്ളത്തരമാണോ? ശരിക്കും ഒരു വലിയ സെറ്റ് ഓഫ് ഇഫൽസുകൾ വച്ചുകൊണ്ട് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിനെ പ്രവർത്തിപ്പിക്കുന്നതാണോ, അതോ അത് ശരിക്കും മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നുണ്ടോ? ഒരു 5 കൊല്ലം മുമ്പ് കണ്ണുടച്ച് പറയായിരുന്നു, നമ്മുടെ കൈവശമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ
ഏറെക്കുറെ ഒരു തരം സ്റ്റോക്കാസ്റ്റിക് തത്തകളെ പോലെ ബിഹേവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്കാസ്റ്റിക് എന്ന വാക്കിന് ഒരു അർത്ഥമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാൻസ് എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്റ്റോക്കാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം എന്നോ അല്ലെങ്കിൽ ഇൻവോൾവിങ് എ ചാൻസ് പ്രോസസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമുള്ളത്. ഈ സ്റ്റോക്കാസ്റ്റിക് തത്ത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സാധാരണ കൂട്ടിനകത്തിട്ട് വളർത്തുന്ന തത്തയെ ആലോചിച്ചാൽ മതി. അതിന് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ ആ വീട്ടിൽ വരുന്ന ആളിനെ ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു പേര് വിളിച്ച് അഡ്രസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരാൾ സ്നേഹത്തിൽ പെരുമാറുമ്പോൾ അത് തിരിച്ചും ഒരു സ്നേഹത്തിൽ ഒരു വാക്ക് തിരിച്ചു പറഞ്ഞിരിക്കാം. ഇത് ആ സ്നേഹം എന്ന അനുഭൂതി അറിഞ്ഞുകൊണ്ടാണോ അതോ അത് റാൻഡമായി കുറെ വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കുന്നതിനെ ഒരു ചാൻസ് ഉപയോഗിച്ച് ഒരു പ്രോബബിലിറ്റി ഉപയോഗിച്ച് അവിടെ അപ്ലൈ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്തകൾ പഠിക്കുന്നത് മനുഷ്യൻ പഠിക്കുന്നത് പോലെയല്ല. അത് ചുമ്മാതെ കുറെ വാക്കുകൾ പഠിച്ചു വെക്കാണ്. അതിന്റെ വൊക്കാബുലറി കൂടുമ്പോഴത്തേക്കും അതിന് ഒരു പാറ്റേൺ അറിയാം. ഓക്കെ, വീട്ടിലെ മുതിർന്ന ചേട്ടൻ വരുമ്പോൾ ഈ ഒരു വാക്ക് ഉപയോഗിക്കണം, അമ്മായിയാണ് വരുന്നതെങ്കിൽ അടുത്ത വാക്ക് ഉപയോഗിക്കണമെന്ന് അതിനറിയാം. അതിന് അർത്ഥം എന്തെന്ന് അറിഞ്ഞിട്ടല്ല അത് ചെയ്യുന്നത്. അത് ആ പാറ്റേണിന്റെ പ്രോബബിലിറ്റിയെ നോക്കിക്കൊണ്ട് അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും കാലവും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ആ ഇവോൾവ് ചെയ്ത് വരുന്ന സ്ഥലത്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ തനി സ്വരൂപം പുറത്തെടുക്കുന്നത്. അതായത് പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ യുക്തി വച്ചിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന AI സിസ്റ്റങ്ങളൊക്കെ തന്നെ ഇപ്പൊ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഉണ്ടാകാവുന്നതാണ്. ന്യായമായിട്ടുള്ളൊരു സംശയമായിട്ട് അതിനെ കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഇനി അഥവാ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇത് ഇപ്പോ സ്വയം ചിന്തിക്കുന്ന AI സിസ്റ്റം ആണെങ്കിലും ഇതിനു മുമ്പ് റൂൾ ബേസ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന AI സിസ്റ്റം ആണെങ്കിലും എന്താണെങ്കിലും AI സിസ്റ്റംസ് മനുഷ്യന്മാരെ പോലെയല്ല ചിന്തിക്കുന്നത്. ഒരു മനുഷ്യന്റെയോ ഒരു മൃഗത്തിന്റെയോ ചിന്തയുടെ രീതിശാസ്ത്രമല്ല ഒരു AI സിസ്റ്റം അതിന്റെ പ്രവർത്തനങ്ങളിൽ ഫോളോ ചെയ്യുന്നത്. അത് അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഡാറ്റ കിട്ടും. എവിടെ നിന്നൊക്കെയോ നമ്മൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും കുഴിച്ചെടുത്തുകൊണ്ടിരുന്നതോ ഒക്കെ ആയിട്ട് കുറേ ഡാറ്റ ഉണ്ട്. ഈ കയ്യിലുള്ള ഈ ഡാറ്റ മുഴുവൻ എടുത്തുകൊണ്ട് വരികയും ആ ഡാറ്റ പഠിച്ചുകൊണ്ട് അതിലെ പാറ്റേണുകൾ തിരിച്ചറിയുകയും ആ പാറ്റേണുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഡാറ്റയെ പറ്റി പ്രവചനങ്ങൾ നടക്കുകയും അല്ലെങ്കിൽ അതിനുപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത്. അത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ചില വാചകങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു വാചകം പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് അതിന്റെ അടുത്ത വാക്ക് എന്തായിരിക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുപോലെ കുറച്ചൊരു വലിയ ഒരു ടൈപ്പ് ഓഫ് ഗസ്സിംഗ് ആണ് AI സിസ്റ്റംസ് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പണ്ട് ഈ സ്റ്റോക്കാസ്റ്റിക് തത്തകളായി നിന്നുകൊണ്ട് ഈ ഗസ്സിംഗ് നടത്തുന്ന AI സിസ്റ്റംസ് ഉണ്ടെങ്കിൽ കൂടി ഇപ്പോഴുള്ള സിസ്റ്റംസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അത് മനുഷ്യരുടേതല്ലാതെയുള്ള ഒരു പ്രോസസ്സിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിനെപ്പറ്റി പഠിക്കുന്ന പല റിസർച്ച് ജേർണൽസും ഒക്കെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും AI ചിന്തിക്കുന്നത് മനുഷ്യന്മാരെ പോലെയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ChatGPT എടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT തിരിച്ചു പറയുന്ന ഐ ലവ് യു ഒരു മനുഷ്യൻ പറയുന്ന ഐ ലവ് യു അല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഒരു യന്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AI പറ്റിയിട്ടുള്ള പ്രൈമറാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രൈമറിൽ കടന്നു പോകേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം AI അടിസ്ഥാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം എങ്ങനെയാണ് അത് പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഏതൊരു AI സിസ്റ്റത്തിനകത്തും 3 തരത്തിലുള്ള ഘടകങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ ഹൈ ലെവലിലുള്ള ഒരു അബ്സ്ട്രാക്ഷനിലാണ് ഞാൻ പറയുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് അതിനകത്തുള്ള ഓരോ സ്ക്രൂവും അങ്ങനെയുള്ള ആ ലെവലിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയിട്ടല്ല പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ ഏതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റത്തിനകത്തും 3 കാര്യങ്ങൾ ഉണ്ടാവും. ഒന്നാമത്തത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഡാറ്റ ഉണ്ടാവും. ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ AI സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഈ ഡാറ്റ എന്താണ്? ഡാറ്റ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കകത്തും ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെന്റിലും കാണുന്നു എന്ന ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഡാറ്റ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു ചിത്രം വരച്ചാൽ ആ ചിത്രം ഒരു ഡാറ്റ ആണ്. ശബ്ദങ്ങൾ, എന്റെ ശബ്ദമുണ്ടായി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഓരോ വാക്കുകളും
ഡാറ്റയായിട്ട് കൺവേർട്ടഡ് ആയിട്ട് മാറുകയാണ്. എഴുതുന്ന കാര്യങ്ങൾ ഡാറ്റയാണ്, നമ്പറുകൾ ഡാറ്റയാണ്. ഡാറ്റയ്ക്ക് പല രൂപങ്ങളുണ്ട്. ചില ഡാറ്റയ്ക്ക് കൃത്യമായ ഘടന ഉണ്ടാവും, സ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയും. ചില ഡാറ്റയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക ഘടന ഉണ്ടാവില്ല, അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്ന് പറയും. ചില ഡാറ്റകൾ തുടരെ ഇങ്ങനെ വളരെ വെള്ളമൊഴുകുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ഉണ്ടാവും, അതിന് കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറയും. ചിലതാണെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാത്രം വരുന്ന പാക്കറ്റുകളായി വരുന്ന, ഇപ്പൊ ഒരു വെളിച്ചത്തിന്റെ പാക്കറ്റുകൾ എന്നൊക്കെ നമ്മൾ ക്വാണ്ടം ഫോട്ടോണിനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഡാറ്റ ഉണ്ടാവും. ചെറിയ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. ചിലത് നമ്പർ ഡാറ്റ ഉണ്ടാവും, ചിലത് ടെക്സ്റ്റുവൽ ഡാറ്റ ഉണ്ടാവും. അപ്പൊ പലതരത്തിലുള്ള ഡാറ്റകൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡാറ്റകളെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ ഡാറ്റകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു AI സിസ്റ്റം അല്ലെങ്കിൽ ഒരു നിർമ്മിത ബുദ്ധിയുടെ സംവിധാനം പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ അതിന്റെ ഘടകം എന്ന് പറയുന്നത് അൽഗോരിതമാണ്. ഈ അൽഗോരിതം ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം, എങ്കിൽ കൂടി ഞാൻ സൂചിപ്പിക്കാം. അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം നടത്തുന്നതിന്റെ നിശ്ചിതമായ സ്റ്റെപ്പുകൾ നമ്മൾ നിർവചിക്കുമ്പോൾ അതിനെയാണ് ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. എനിക്കിപ്പോ ചായ ഇടണം, ഒരു ഗ്ലാസ് ചായ ഇടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ചായപാത്രം എടുക്കണം, അതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം, അതിനകത്ത് പാലൊഴിക്കണം, അതിനകത്ത് പഞ്ചസാര ഇടണം, അതിനകത്ത് തേയിലപ്പൊടി ഇടണം. ചിലര് പല രീതിയിലായിരിക്കും. ചിലർ ആദ്യമേ വെള്ളം തിളപ്പിച്ചിട്ടായിരിക്കും തേയിലപ്പൊടി ഉണ്ടാവുക. ചില ആൾക്കാർ വെള്ളം തിളപ്പിക്കാതെ തേയില ഇട്ട് ചെയ്യുന്നുണ്ടാവും. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ അൽഗോരിതമാണ്. ഈ അൽഗോരിതം ഉപയോഗിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഔട്ട്പുട്ട് ഉണ്ടായി വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുന്നതിനും അതിനെ ലോജിക്കലായി അതിനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഘടകങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അവ വച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമെങ്കിൽ അതിനെ അൽഗോരിതം എന്ന് പറയും. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തിലെ അൽഗോരിതത്തിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഈ ഇത്രയും ഡാറ്റയുണ്ട്. ഈ ഒന്നും രണ്ടും ഡാറ്റയൊന്നും അല്ല, ഒരുപാട് ഡാറ്റാ സെറ്റുകൾ, കോടിക്കണക്കിന് ഡാറ്റാ സെറ്റുകൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഈ ഡാറ്റാ സെറ്റുകളെ എങ്ങനെ വിശകലനം ചെയ്യണം, അതിൽ നിന്ന് എന്ത് പഠിക്കണം, അത് എങ്ങനെ ആ ഡാറ്റ കിട്ടുമ്പോൾ അതിനോട് പ്രതികരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ ഈ AI സിസ്റ്റത്തിന് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അതിന് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അക്ഷരമാല പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അപ്പൊ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷനും അൽഗോരിതത്തിന്റെ ഭാഗമാണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അക്ഷരമാല പഠിച്ചതിന് ശേഷം അവൻ സ്വന്തമായിട്ടൊരു പുസ്തകം വായിച്ച്, അല്ലെങ്കിൽ അവൾ സ്വന്തമായിട്ടൊരു പുസ്തകം വായിച്ച് ഈ കാര്യം മനസ്സിലാക്കുന്നത്. ഇതുപോലെ AI-ക്കകത്ത് ഒരു അൽഗോരിതം ഉണ്ടാകും. ഈ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് AI ഒരു മോഡൽ ഉണ്ടാക്കും. മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ രണ്ടാമത്തെ അൽഗോരിതം എന്ന് പറയുന്ന ഒരു ഘടകത്തിനകത്ത് ഉണ്ടാവുന്നത്. ഇനി മൂന്നാമതൊരു ഘടകം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ചുമ്മാതിരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഓക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു, ആ ഡാറ്റ കിട്ടിയതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ പഠിക്കാൻ ഒരു സിസ്റ്റത്തിനെ പഠിപ്പിക്കാം എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കില്ല. ഇതിന് ആവശ്യമായിട്ട് കുറേയധികം കമ്പ്യൂട്ടിംഗ് പവർ വേണം, കുറെ ഹാർഡ്വെയർ വേണം. ഈ വലിയ അളവിലുള്ള ഡാറ്റയും ഈ അത്രയും വലിയ സങ്കീർണമായ അൽഗോരിതങ്ങളും ഒക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് ചെറിയ കമ്പ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പ് ഒന്നും കിട്ടിയാൽ പോരാ. ഇതിന് നല്ല കമ്പ്യൂട്ടറുകൾ, നല്ല ശേഷിയുള്ള കമ്പ്യൂട്ടറുകൾ വേണം. അതിനകത്ത് പ്രോസസ്സറുകൾ വേണം, ചില പ്രത്യേകതരം പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുള്ള സംവിധാനങ്ങൾ വേണം, നല്ല മെമ്മറി വേണം, നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി വേണം, നല്ല നെറ്റ്വർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഹാർഡ്വെയർ സിസ്റ്റംസും കമ്പ്യൂട്ടിംഗ് ശേഷിയും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു AI സിസ്റ്റവും പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു AI സിസ്റ്റം, ഒരു ChatGPT എന്നോ DeepSeek എന്നോ അല്ലെങ്കിൽ ഗ്രോക്കെന്നോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുക, ഒന്ന്, അവർക്ക് എവിടുന്നോ ഡാറ്റ കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ ഡാറ്റ കിട്ടുന്നുണ്ട്. രണ്ട്, അവർ അതിനെ ഡാറ്റ എങ്ങനെ പഠിക്കണമെന്ന് അറിയാനായിട്ട് ആരൊക്കെയോ കുത്തിയിരുന്നിട്ട് ഇതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഇതിന് ആവശ്യമായ വലിയ അളവിലുള്ള കമ്പ്യൂട്ടിംഗ് ശേഷി. ആ കമ്പ്യൂട്ടിംഗ് ശേഷി എന്ന് പറയുന്നത് അത്രയും പൈസ മുടക്കി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് അവർ എവിടെയൊക്കെയോ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ടെക്നോളജിയുടെ അനുബന്ധ സാങ്കേതികതകളെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. ഇതും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒറ്റ ടെക്നോളജി അല്ല, ഒരു സാങ്കേതികവിദ്യ മാത്രമല്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അധികം സാങ്കേതിക വിദ്യകളുടെ ഒരു കളക്ഷനാണ്. അതിനകത്ത് പ്രാഥമികമായി ഉണ്ടായിരിക്കുന്നത് ഒരു
നാല് പ്രധാനപ്പെട്ട മേഖലകളാണ്. അത് ഒന്ന് മെഷീൻ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയും, ML എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാമത്തത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. മൂന്നാമത്തത് ഡാറ്റാ സയൻസ്. ഈ 3 മേഖലകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇപ്പൊ എങ്ങനെ പറയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തുള്ള ചെറിയ ചെറിയ എന്ന് പറയാൻ പറ്റില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കസിൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പൊ മെഷീൻ ലേണിംഗ് മാത്രം എടുത്തിട്ട് AI ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മെഷീൻ ലേണിംഗ് അതായിട്ട് തന്നെ അതിനൊരു നിലനിൽപ്പുണ്ട്. അതുപോലെ ഡാറ്റാ സയൻസിന് അതായിട്ട് തന്നെ ഒരു നിലനിൽപ്പുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാത്രം അല്ലാതെയും അതിന് ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ AI വർക്ക് ചെയ്യണമെങ്കിൽ ഈ 3 ചങ്ങാതിമാരും എഫക്റ്റീവ്ലി ഉപയോഗിക്കപ്പെട്ടാലേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് AI എന്ന നമ്മുടെ നിർമ്മിത ബുദ്ധി ലോകത്തിനെ ചലിപ്പിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടനവധി മറ്റ് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ AI ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റോഡിലൂടെ ഓട്ടോണമസ് ആയിട്ട് ഓടുന്ന വെഹിക്കിളുകൾ സഞ്ചരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ റോബോട്ടിക്സിനകത്ത് AI-യുടെ സാധ്യതകൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്ന സ്പീച്ച് ടു ടെക്സ്റ്റും ടെക്സ്റ്റ് ടു സ്പീച്ചും പോലുള്ള ടെക്നോളജിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള AI-യുടെ സാധ്യതകൾ ഉപയോഗിച്ചിട്ടാവും. അങ്ങനെ ഒട്ടനവധി ഉപസാങ്കേതിക വിദ്യകൾ AI-യിൽ നിന്ന് ഡിറൈവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വേറൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ നേരത്തെ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളെ ഒന്നുകൂടി ഒന്ന് ഡീപ്പായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രാഥമികമായ ഡാറ്റാ സയൻസ്. AI സിസ്റ്റത്തിന് വേണ്ടിയിട്ട് AI എഞ്ചിനീയർമാർ പോയി കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഒരു സ്റ്റോറേജ് സംവിധാനത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചു. പക്ഷേ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് അർത്ഥപൂർണമായ വിവരങ്ങൾ എടുക്കണമല്ലോ. നമ്മുടെ കയ്യിൽ കുറേയധികം അരിപ്പൊടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാനോ അറിയണമല്ലോ. അതിന് ചില ഉപകരണങ്ങൾ വേണം, അതിന് ചില റെസിപ്പികൾ വേണം, അതിനാവശ്യമായിട്ടുള്ള ആൾക്കാർ വേണം. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു അസംസ്കൃത വസ്തുവിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു അസംസ്കൃത വസ്തുവാണ്. ഈ അസംസ്കൃത വസ്തുവിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കി മാറ്റാം എന്ന് പഠിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഡാറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഡാറ്റാ സയൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് കാൽക്കുലസ്. ഈ 2 മേഖലകൾ, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രത്തിന്റെ ഈ 2 ഉപഘടകങ്ങൾ ഡാറ്റാ സയൻസിനെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാമത്തത് കമ്പ്യൂട്ടർ സയൻസ്. ഇതിനാവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ സംവിധാനങ്ങൾ കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. മൂന്നാമത്തത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഡാറ്റാ സയൻസിന് പുറത്താണെങ്കിൽ കൂടിയും ഡാറ്റാ സയൻസിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് മെഷീൻ ലേണിംഗിന്റെ പല സംവിധാനങ്ങളും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടാവും. ഇവ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റയെ പഠിക്കുകയും അവ ഉപയോഗിച്ച് പ്രഡിക്ഷൻസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് കൂടുതൽ കൃത്യമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാനും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മേഖലയാണ്. ഈ ഡാറ്റാ സയൻസിനകത്ത് പലതരം ഉപഘടകങ്ങളുണ്ട്. ഒരുപാട് ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഞാൻ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇപ്പൊ സംസാരിക്കുന്നുള്ളൂ. ഡാറ്റാ സയൻസിലുള്ള ഉപഘടകങ്ങളിൽ നമുക്ക് തന്നെ കോമൺ സെൻസിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കുറേ ഡാറ്റ കിട്ടി. നമ്മളിപ്പോ തന്നെ വയലിൽ നിന്ന് കൊയ്തെടുത്തു കൊണ്ടുവരുന്ന അരി എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അരി പാറ്റിയെടുക്കും. അതിനകത്ത് കുറേ ചപ്പുചവറുകൾ ഉണ്ടാവും. അതുപോലെ ഒന്ന് ഈ ഡാറ്റ കളക്ട് ചെയ്യണം, കൊയ്തെടുത്ത് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെയാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ആ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്യണം. ആവശ്യമില്ലാതെ ഉള്ള ഡാറ്റ പോയിന്റുകളെ അല്ലെങ്കിൽ ആവശ്യമില്ലാതെയുള്ള എലിമെന്റുകളെ നമുക്ക് കിട്ടിയ ഈ ഡാറ്റ സമുച്ചയത്തിൽ നിന്നോ സഞ്ചയത്തിൽ നിന്നോ അതിന് ഡാറ്റ ക്ലീനിങ് എന്ന് പറയും. ആവശ്യമില്ലാത്ത ഈ അനലൈസ് ചെയ്യുന്നതിന് ഡാറ്റ അനാലിസിസ് എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് ഇതിനെ വെറും റോ ഡാറ്റ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്കത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റയെ അനലൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യണം. ചിലപ്പോൾ ഒരു ഗ്രാഫ് ആയിട്ട് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലൈൻ ചാർട്ട് ആയിട്ട് കാണിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേറൊരു മേഖലയുണ്ട്. അതിനെ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയും. ഇതുപോലെ ഒട്ടനവധി വലിയ അളവിലുള്ള ഡാറ്റ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും.
വലിയ അളവെന്ന് വെച്ചാൽ ചെറിയ എന്താ നമുക്ക് കൺസിഡർ ചെയ്യാൻ നമ്മുടെ എന്താണ് സങ്കല്പത്തിലുള്ള അളവ് വളരെ വലുതായിരിക്കും. അത്രയും വലിയ അളവിൽ ഡാറ്റ കിട്ടുമ്പോൾ കോടിക്കണക്കിനോ അല്ലെങ്കിൽ ശതകോടിക്കണക്കിനോ ഡാറ്റ പോയിന്റുകൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ചെറിയ ചെറിയ അളവ് പാത്രങ്ങൾ പോരാ. അതിന് വലിയ അളവ് പാത്രങ്ങളും വലിയ സംവിധാനങ്ങളും ഒക്കെ വേണം. അതിനൊരു താരതമ്യം, ഒരു റിയൽ ലൈഫ് താരതമ്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് പോലെയല്ല സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനകത്ത് പാചകം ചെയ്യുന്നത്. കാരണം രണ്ട് തരം പാചക രീതിയാണ്. അപ്പൊ നിങ്ങൾ വളരെ നല്ല ഷെഫ് ആണെങ്കിലും നിങ്ങൾ 1000 പേര് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകും. കാരണം ഇതിന്റെ വേവ് പോലും മാറും. ചോറിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴത്തെ ചോറ് വെന്തു പോവും, മുകളിലത്തെ ചോറ് ഒട്ടും വേവുന്നുണ്ടാവില്ല, ഈ രീതിയിൽ കിടക്കുന്നുണ്ടാവും. അതിന് വേറൊരു സ്കിൽ ആവശ്യമുണ്ട്, വേറൊരു തരം സംവിധാനങ്ങൾ ആവശ്യമുണ്ട്, വേറെ ടെക്നോളജികൾ ആവശ്യമുണ്ട്. ഇതുപോലെ വലിയ അളവിലുള്ള ഡാറ്റ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സങ്കേതങ്ങളും സാങ്കേതിക വിദ്യകളും ടൂളുകളും എല്ലാം ചേരുന്ന ഒരു മേഖലയാണ് ബിഗ് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ബിഗ് ഡാറ്റ ടെക്നോളജീസ് എന്നൊക്കെ പറയുന്ന ഒരു മേഖല. ഇതുപോലെ മെഷീൻ ലേണിംഗ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മെഷീനിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റയെ ഒരു ഡാറ്റ സയൻസ് എന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാൾ. ഇനി രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്കുന്നത് മെഷീൻ ലേണിംഗ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരു കാര്യത്തിന്, ഒരു സിസ്റ്റത്തിന് അതിന് സ്വയം പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമ്പോഴാണ്. ഈ സ്വയം പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ലേണിംഗിന്റെ സഹായത്തോടു കൂടിയാണ്. മെഷീൻ ഇത്തരത്തിൽ കിട്ടുന്ന കുറെ ഡാറ്റ എടുത്തതിന് ശേഷം അതിൽ നിന്ന് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രഡിക്ഷൻസ് കൊണ്ടുവരുന്നതിനാണ് മെഷീൻ ലേണിംഗ് നമ്മളെ സഹായിക്കുന്നത്. ഇതിൽ നമുക്ക് കുറെ ഡാറ്റ ഇൻപുട്ട് കിട്ടും. ആ ഇൻപുട്ട് കിട്ടുന്നതിനെ കുറെ അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ആ അൽഗോരിതങ്ങളിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രഡിക്ഷൻസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച മോഡലിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും ഈ പഠനത്തിനെ നമ്മൾ ഉപയോഗിക്കും. അതായത് എന്റെ കയ്യിൽ ആദ്യം 10 ഡാറ്റ പോയിന്റുകൾ കിട്ടിയിരുന്നപ്പോൾ ഞാൻ എടുത്ത പാറ്റേൺ ആയിരിക്കില്ല എനിക്ക് 20 എണ്ണം കിട്ടുമ്പോൾ. കാരണം കഴിഞ്ഞ 10ൽ നിന്നുള്ള പഠനം കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ ചിലപ്പോൾ എനിക്ക് ഫെയിൽ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൃത്യതയിലേക്ക് പോയിട്ടുണ്ടാവും. അതെല്ലാം വെച്ചിട്ടായിരിക്കും അടുത്ത 10 വരുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ പഠിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നമുക്ക് ഇൻസൈറ്റ്സിലേക്കും ആ ഇൻസൈറ്റ്സിൽ നിന്ന് ഓട്ടോമേഷൻ പോലുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതാണ് മെഷീൻ ലേണിംഗിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് രീതിയിൽ പഠിക്കാൻ പറ്റും. ഇപ്പൊ മെഷീൻ ലേണിംഗ് എത്ര തരത്തിൽ പഠിക്കുന്നുണ്ട്. ഒരു കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ ഒരു AI സിസ്റ്റത്തിനകത്ത് എനിക്ക് കുറേ ഡാറ്റ കിട്ടി. ഈ ഡാറ്റയെ എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 8-9 രീതിയിൽ പഠിക്കാൻ പറ്റും. പക്ഷെ ഈ 8-9 രീതി എന്ന് പറയുന്നത് അത്രയും പ്രസക്തമായി ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള കാറ്റഗറികൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഒന്ന് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. അതെന്താണെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. രണ്ടാമത്തത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. മൂന്നാമത്തത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും. ഇതിൽ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ ഡാറ്റ കിട്ടി. ഈ ഡാറ്റ എടുത്തിട്ട് അതിലെ ഓരോ ഡാറ്റയും ഞാൻ മനുഷ്യന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റൊരു യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയോ ഞാൻ അതിന് ലേബൽ ഇടുകയാണ്. ഇത് പൂച്ചയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ അധികം ചിത്രങ്ങൾ എനിക്ക് കിട്ടി. അതിൽ പൂച്ചയുണ്ട്, നായയുണ്ട്. ഇങ്ങനെ 2 തരം ജീവികളുടെ ഇൻപുട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്കും കുറെ മനുഷ്യന്മാരിരുന്നിട്ട് പറയുന്നു ഇത് പൂച്ചയാണ് എന്ന് പറഞ്ഞത് പൂച്ച എന്നുള്ള ഫോൾഡറിലേക്ക് മാറ്റുന്നു, ഇത് നായയാണെന്ന് പറഞ്ഞിട്ട് നായ എന്നുള്ള ഫോൾഡറിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ലേബൽ ചെയ്തതിന് ശേഷം ഒരു അൽഗോരിതത്തിന് പറഞ്ഞു കൊടുക്കും, ഞാൻ പൂച്ചയിൽ കാറ്റഗറി ചെയ്തെല്ലാം ഞാൻ മാറ്റിയതെല്ലാം തന്നെ ഈ ഫോൾഡറിൽ കിടപ്പുണ്ട്, ഞാൻ പട്ടിന്ന് കാറ്റഗറി ചെയ്തതെല്ലാം ഈ ഒരു ഫോൾഡറിൽ കിടപ്പുണ്ടെന്ന് ഒരു യന്ത്രത്തിനോട് പറയുമ്പോൾ അവൻ അത് നോക്കിയിട്ട് അതിന്റെ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു ചിത്രം വരുമ്പോൾ അത് പൂച്ചയാണോ നായയാണോ എന്നുള്ളത് അവൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇത്തരത്തിൽ കിട്ടുന്ന ഡാറ്റയെ ലേബൽ ചെയ്തുകൊണ്ട് ഒരു സൂപ്പർവൈസറിന്റെ സഹായത്തോടു കൂടി ലേബൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അർത്ഥം കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിനകത്ത് കിട്ടുന്ന ഡാറ്റയിൽ ഇങ്ങനെ ചിലപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുന്ന തരം ഡാറ്റ ആയിരിക്കില്ല. അതിനെ സ്വയം തന്നെ അത് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ പോകുന്നതിനാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ
റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയും. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സബ്വേ സർഫേഴ്സ് ഒക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, സബ്വേ സർഫർ കളിക്കുന്ന സമയത്ത് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വഴിയിലൂടെ ആണെങ്കിൽ കുറെ പോയിന്റുകൾ കിട്ടും, തെറ്റായ വഴിയിലാണെങ്കിൽ നമ്മുടെ പോയിന്റ് പോകും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോകുന്നൊക്കെ ഉള്ള ആ ടൈപ്പ് ഓഫ് ഗെയിമുകൾ ഉണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ ഒരു കാര്യത്തിനെ, നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു യന്ത്രം ഒരു കാര്യത്തിനെ ശരിയായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഇൻസെന്റീവ് കൊടുക്കും. തെറ്റായിട്ടാണ് ഗസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ശിക്ഷ കൊടുക്കും. ശിക്ഷ എന്നൊക്കെ പറയുന്നത് ഒരു മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, അതിനൊരു നെഗറ്റീവ് മാർക്ക് കൊടുക്കും. ഇങ്ങനെ ഇൻസെന്റീവും ഒരു ക്യാരറ്റും ഒരു സ്റ്റിക്കും കൊണ്ട് ഒരു യന്ത്രത്തിനെ പഠിപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് ഈ 3 മാത്രമല്ല, ഇനി സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലേണിംഗ് ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ലേണിംഗ് മെത്തേഡ്സ് നമ്മൾ മെഷീൻ ലേണിംഗിനകത്ത് ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഒരേ സ്ഥലത്തല്ല അപ്ലൈ ചെയ്യുന്നത്. പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് പല രീതിയിലായിരിക്കും നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ മെയിലിനകത്തേക്ക് വരുന്ന സ്പാം ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒരു സംവിധാനം നോക്കുകയാണെങ്കിൽ, ഈ സ്പാം ഫിൽട്ടറിനകത്ത് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. അതേസമയം നിങ്ങളുടെ കയ്യിൽ കുറെ കസ്റ്റമർ ഡാറ്റ കിട്ടി, ആ കസ്റ്റമറിനെ ഏത് രീതിയിൽ ഏത് ക്രമത്തിൽ ഉൾപ്പെടുത്തണം, അതിനെ എങ്ങനെ സെഗ്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു ആശയമാണെങ്കിൽ അവിടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ചിലപ്പോൾ പ്രായോഗികമാവില്ല. കാരണം ഒരു കസ്റ്റമറിനകത്ത് തന്നെ ചിലപ്പോൾ ഒന്നിലധികം ബിഹേവിയർ ഒക്കെ കണ്ടേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ ബിഹേവിയർ കാണിക്കുന്നവരെ 2 കസ്റ്റമർ ഗ്രൂപ്പിലേക്ക് മാറ്റിയെന്ന് ഇരിക്കാം. അത്തരത്തിൽ വേറൊരു തരം കസ്റ്റമർ സെഗ്മെന്റൈസേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ കാറൊക്കെ സ്വയം ഓടുന്ന വണ്ടികളൊക്കെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിലൂടെയാണ് അതിന്റെ കപ്പാസിറ്റി എടുക്കുന്നത്. അതൊരു തെറ്റായ ഡിസിഷൻ എടുക്കുമ്പോൾ, ഇത് ലാബ് സെറ്റപ്പിലാണ്, റോഡിൽ ഇറങ്ങിയിട്ടല്ല ഈ ലേണിംഗ് നടത്തുന്നത്, എങ്കിൽ കൂടിയും ലാബ് സെറ്റപ്പിനകത്ത് അത് ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിയെ തെറ്റായി ഓവർടേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് ഉണ്ടാവുകയും ശരിയായ പാത്തിൽ പോവുകയാണെങ്കിൽ അതിന് കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുക്കുന്ന ഒരു സംവിധാനവുമായിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. ആ ഒരു രീതി ഇത്തരം മേഖലകളിലായിരിക്കും ഉപയോഗിക്കേണ്ടാവുക. ഇതുപോലെ ഓരോ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഏരിയാസിന് പല തരത്തിലുള്ള മെഷീൻ ലേണിംഗ് സംവിധാനങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇതുപോലെ 3ാമത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചങ്ങാതിയാണ്. ഇപ്പൊ 2 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് ഡാറ്റാ സയൻസ് ആണ്, ഒരുപാട് ഡാറ്റ കിട്ടും, അതിനെ പഠിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഡാറ്റാ സയൻസ് ആണ്. 2ാമത്തത് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് പല തരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 തരം നമ്മൾ കണ്ടു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട്. 3ാമത്തെ ഒരു കാറ്റഗറി ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഡീപ്പ് ലേണിംഗ് എന്ന് പറയും. ഡീപ്പ് ലേണിംഗ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗിന്റെ ഒരു വിഭാഗമാണ്. മെഷീൻ ലേണിംഗിന്റെ മകനെന്നോ അല്ലെങ്കിൽ മകളെന്നോ ഒക്കെ പറയാവുന്ന ഒരാളാണ് ഡീപ്പ് ലേണിംഗ്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ശരിക്കും ന്യൂറൽ നെറ്റ്വർക്കുകളുടെ സ്വഭാവത്തിനെയാണ് അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ തലച്ചോറിനകത്ത് നമ്മുടെ നാഡീകോശങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുകയും നമ്മുടെ മെമ്മറി കീപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനം, ഒരു നെറ്റ്വർക്ക് അതിനകത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഫിസിക്കലി മിമിക് ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടേഷണൽ ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയും അത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ, പാറ്റേൺസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയെയാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ വലിയ അളവിലുള്ള ഡാറ്റയിൽ നിന്നും വളരെ സങ്കീർണമായ പാറ്റേണുകൾ ഒരുപക്ഷെ നമുക്ക് സാധാരണഗതിയിലുള്ള മെഷീൻ ലേണിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റില്ല. അത്തരം മേഖലകളിലാണ് ഡീപ്പ് ലേണിംഗ് എന്ന ഒരു സവിശേഷമായിട്ടുള്ള ടെക്നോളജിക്കൽ ഡൊമൈൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, നമ്മുടെ ChatGPTയും ജെമിനയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡീപ്പ് ലേണിംഗ് പാറ്റേണുകൾ, ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവയുടെ പഠനം നടത്തുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഡീപ്പ് ലേണിംഗിന്റെ ഒരു ഐഡിയ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതിന് ഒരുപാട് നോഡുകൾ ഉണ്ടാവും. ഒരു ഇൻപുട്ട് നോഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഇൻപുട്ട് നോഡുകളിൽ ഡാറ്റ എടുത്തതിന് ശേഷം അത് തൊട്ടടുത്ത ഒരു സെറ്റ് ഓഫ് നോഡുകളിലേക്ക് ആ ഡാറ്റയെ ചില പ്രത്യേക കാൽക്കുലേഷനുകൾ നടത്തി കൊടുത്തുവിടും. അതിന് ഉള്ളിൽ മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ടാവും. ലെയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത ഒട്ടനവധി ലെയേഴ്സ്, 100 കണക്കിനോ 1000 കണക്കിനോ ലെയേഴ്സ് അതിനകത്ത് ഉണ്ടായേക്കാം.
അപ്പൊ ആ ലെയേഴ്സിനെ നമ്മൾ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയും. ഈ കാൽക്കുലേഷൻസ് മുഴുവൻ നടക്കുന്നത് ഈ ഹിഡൻ ലെയേഴ്സിലാണ്. ഈ ഹിഡൻ ലെയേഴ്സിൽ ഈ കാൽക്കുലേഷൻസ് നടത്തുന്നതിന് ശരിക്കും നമ്മുടെ മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ചില ഐഡിയാസ് ഉപയോഗിക്കും. ഉദാഹരണം കാൽക്കുലസ് അല്ലെങ്കിൽ ലീനിയർ ആൾജിബ്ര എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാൽക്കുലേഷൻസ് നടത്തുന്നത്. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഏറ്റവും പുറത്തുള്ള എക്സ്റ്റേണൽ ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇൻപുട്ടും അറിയാം, ഔട്ട്പുട്ടും അറിയാം. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ശരിയായിട്ട് വരണമെങ്കിൽ നമ്മൾ അതിനൊരു കൈയടി കൊടുക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് പറയും തെറ്റിപ്പോയെന്ന് പറയും. അപ്പൊ അത് സ്വയം പോയിട്ട് അതിന്റെ അകത്തുള്ള നെറ്റ്വർക്കിനെ ഇരുത്തി അതിന്റെ കാൽക്കുലേഷൻസിനെ റീവർക്ക് ചെയ്യും. ഇങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് സ്വയം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങുകയും അത് തരുന്ന ആക്യുറസി കൂടി വരികയും ചെയ്യും. അതിനുശേഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇത് പ്ലാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് എഞ്ചിനീയർ ചെയ്യുന്ന ആയിട്ടുള്ള ഒരു മനുഷ്യനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. കാരണം ഇത് സ്വയം പഠിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് നടക്കുന്നത്. ആ ഹിഡൻ ലെയേഴ്സ് എന്ന് പറയുന്നത് ലിറ്ററലി നമ്മുടെ AI എഞ്ചിനീയേഴ്സിന്റെ കാഴ്ചയിൽ നിന്ന് ഹിഡൻ ആയിട്ടുള്ള ലെയേഴ്സ് ആണ്. അപ്പൊ അത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതൊരു ഭാവി കാലത്തേക്ക് ഒരു വലിയ അപകട സാധ്യത കൂടിയാണ്. നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തരം സംവിധാനം കൂടിയാണ്. ഇതാണ് ഡീപ്പ് ലേണിംഗിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ഇതിന് ഉപയോഗിക്കുന്ന ഈ നെറ്റ്വർക്കിനെയാണ്, ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂറൽ നെറ്റ്വർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനകത്ത് ഉപയോഗിക്കുന്ന സംവിധാനത്തിനെ പോലെ അതിന്റെ ആശയത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് എക്സാക്ട്ലി അതേ ആശയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ഒരു ഐഡിയയാണ് ന്യൂറൽ നെറ്റ്വർക്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ള പാറ്റേൺ റെക്കഗ്നിഷൻ ഐഡിയകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സംവിധാനത്തിനെ ഡ്രൈവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ടെക്നോളജി. ലേണിംഗ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ചിത്രങ്ങൾ തിരിച്ചറിയാനും സംഭാഷണം സ്പീച്ച് റെക്കഗ്നീഷനും അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ചില വാക്കുകൾ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഗ്രാമർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. എനിക്ക് ചിലപ്പോൾ ഈ ഫില്ലർ വേർഡ്സ് കയറി വരും, ഇ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങൾ വരും. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാവും, പക്ഷെ ഒരു യന്ത്രത്തിന് കൃത്യമായ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ സ്വാഭാവിക ഭാഷ മനസ്സിലാക്കാനായിട്ട് ഒക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു MRI സ്കാനിന്റെ റിപ്പോർട്ട് കിട്ടി, അത് വെച്ചിട്ട് മെഡിക്കൽ രോഗനിർണ്ണയം നടത്താനായിട്ട് നോർമൽ ആയിട്ടൊരു സിസ്റ്റത്തിനൊന്നും അത് കണ്ടെത്താൻ പറ്റില്ല. അത്തരം സംവിധാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളുടെ സഹായത്തോടു കൂടിയുള്ള ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങൾ അപ്ലൈ ചെയ്യും. സ്വയം ഓടുന്ന കാറുകളിലൊക്കെ തന്നെ ഈ ഡീപ്പ് ലേണിംഗ് സംവിധാനങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക. പിന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബിഗ് ഡേറ്റ എന്നൊരു ആശയത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഈ ബിഗ് ഡേറ്റ നമ്മുടെ ചുറ്റും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഓരോ സെക്കൻഡിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രില്യൺസ് ഓഫ് ഡേറ്റ പോയിന്റ്സ് ആണ്. നമ്മൾ ഓരോ ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഓരോ യൂട്യൂബ് വീഡിയോ പോസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഒക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴും ഒക്കെ ഡാറ്റ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ, പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഡാറ്റ വളരെ കുറച്ചേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയൊക്കെ ആൾക്കാർ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഈ ഡാറ്റ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും മാത്രമല്ല, ഇത്രയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി ചോറ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് 1 കോടി ചോറ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാ ആകെ വൃത്തികേടാവുകയല്ലേ ഉള്ളൂ. അപ്പൊ അത്തരം സംവിധാനങ്ങളെ പോലെ ഡാറ്റയുടെ ആധിക്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ഉണ്ടായി വന്നൊരു ടെക്നോളജിക്കൽ മേഖലയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം ചേർന്നിട്ടുള്ള മറ്റൊരു പുതിയ സാങ്കേതിക മേഖല കൂടി ഉണ്ടായി വന്നിട്ടുണ്ട്. അതിന് ഓപ്പൺ ഡാറ്റ എന്ന് പറയും. ഓപ്പൺ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബിഗ് ഡാറ്റ ഉണ്ടായി വന്നിട്ട് ഒന്നും ചെയ്യാൻ വയ്യാതാവുന്ന സമയത്ത് ഗവൺമെന്റുകളും വലിയ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അവരുടെ കയ്യിലുള്ള ഡാറ്റ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കും, ഓപ്പൺ ആക്കി കൊടുക്കും. ഈ വരുന്ന ആൾക്കാർ, അത് ഡെവലപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡാറ്റ അനലൈസ് ചെയ്യുന്ന അനലിസ്റ്റുകളായിരിക്കാം, അവരതിനെയൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് വാല്യൂ അഡീഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിനെയാണ് ഓപ്പൺ ഡാറ്റ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുമൊക്കെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഓപ്പൺ ഡാറ്റ പോർട്ടലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതിന്റെ പാരലിയുള്ള അടിയൊഴുക്കുകൾ എന്ന് പറയാവുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നേരത്തെ നമ്മൾ ഏകദേശമൊക്കെ സംസാരിച്ചു പോയൊരു കാര്യമുണ്ട്, എങ്കിൽ കൂടിയും അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ കാര്യത്തിലേക്ക് പോവാം. ഈ എങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അൽഗോരിതങ്ങൾ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും AI എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ടൂളുകളെ പറ്റി പറയും.
പക്ഷേ AI എഞ്ചിനീയേഴ്സിനെ പറ്റി അവരെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതൊക്കെ ഉള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാം. ആ സമയത്ത് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു AI എഞ്ചിനീയർ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലെ ഒരു ബേസിക് ഐഡിയാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് AI അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് മാത്തമാറ്റിക്സിൽ ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ് ഈ 2 മേഖലകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോഴത്തേക്കും അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ടെക്നോളജിക്കൽ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, പൈത്തൺ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. R എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമുണ്ട്, അത് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചില ലൈബ്രറികളുണ്ട്, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറെ കോഡുകളുണ്ട്. ഓൾറെഡി ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡുകളെ നമ്മൾ റീയൂസ് ചെയ്യും. അതിന് ചില ലൈബ്രറികളുണ്ട്, ടെൻസർ ഫ്ലോ, പൈടോർച്ച് എന്നൊക്കെ പറയുന്ന ചില ലൈബ്രറികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ AI അൽഗോരിതം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അതിനെ ഒന്ന് ലളിതമാക്കി നമ്മളൊരു വലിയ വീട് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ പാലം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആലോചിക്കുമ്പോൾ ആ ബ്രിഡ്ജിനെ കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ട എന്താണ്? അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിന്റ് വേണം. ബ്ലൂ പ്രിന്റിനകത്ത് അതിന്റെ ഫിസിക്സ് വേണം. അതായത് ആ ബ്രിഡ്ജിന് എത്രത്തോളം വെയിറ്റ് താങ്ങാൻ പറ്റും, എവിടെയാണ് അതിന്റെ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ ഇനിഷ്യൽ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ പോലെയാണ് നമ്മൾ AI-ക്കകത്ത് നേരത്തെ സൂചിപ്പിച്ച മാത്തമെറ്റിക്കൽ ഐഡിയാസിനെ ഉപയോഗിക്കുന്നത്. കാൽക്കുലസും ലീനിയർ ആൾജിബ്രയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് AI സിസ്റ്റത്തിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുന്നത്. അതിന്റെ ഭൗതിക ശാസ്ത്രവും അതിന്റെ സ്റ്റെബിലിറ്റിയും സ്ട്രക്ചറും ഒക്കെ നോക്കുന്നത് ഇത്തരത്തിലുള്ള മാത്തമെറ്റിക്കൽ ഐഡിയാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് അത്യാവശ്യം നല്ല ഗൗരവത്തിൽ പഠിച്ചാൽ മാത്രമേ നല്ലൊരു AI എഞ്ചിനീയർ ആവാനും പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് മാത്രം ഉള്ളത് കൊണ്ടൊരു കെട്ടിടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പാലം ഉണ്ടായി വരില്ല. അതിന് പിന്നീട് അതിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റികളെ കൂടി മാനേജ് ചെയ്യണം. ഉദാഹരണത്തിന് ആ പാലത്തിൽ കൂടി വലിയ അളവിൽ വണ്ടികൾ ഓടിയേക്കാം, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റടിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു സുനാമി അവിടെ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴും ആ പാലം കുടുങ്ങാൻ പാടില്ല. അതിനെന്താ ചെയ്യാം? അതിന്റെ ഒരു അൺസർട്ടനിറ്റിയും അതിനകത്ത് സംഭവിക്കാവുന്ന പാറ്റേൺസിനെയും നമുക്ക് കൃത്യമായി ഗസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ വേണം. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ അൺസർട്ടനിറ്റിയെയും പാറ്റേൺസിനെയും ഒക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാനും ഒപ്റ്റിമൈസേഷൻ എന്ന ഒരു ആശയത്തിനെ നമുക്ക് എത്തിച്ചേർക്കാനും ഈ ഒരു ഐഡിയ കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാനായിട്ട് കുറെ മെഷീനറി വേണം, അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം, അതിന്റെ കല്ല്, കട്ട, കമ്പിയും സിമെന്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം. ഇതെല്ലാം കൊടുക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസിനകത്ത് അതിനകത്തുള്ള അൽഗോരിതങ്ങളായിരിക്കും ഇത് കെട്ടി ഉയർത്തുന്ന സ്ട്രക്ചർ. അതിന്റെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് വരുന്ന ഡാറ്റയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം, അതിനകത്ത് ഉപയോഗിക്കുന്ന കൃത്യമായ സ്പെസിഫിക് മെഷീനറീസിനെ പോലെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ലൈബ്രറികളും ഒക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുന്നത് പോലെയോ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് പോലെയോ തന്നെ അതേ രീതിയിൽ നമുക്ക് ഒരു AI സംവിധാനം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഇതും ഈ ഒരു ഐഡിയ കൊണ്ട് നമ്മൾ AI പഠിച്ചിട്ട് ഒരു AI എഞ്ചിനീയർ ആവാന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അവിടെ കുറച്ചുകൂടെ ആഴത്തിൽ തന്നെ നിങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്നിരുന്നാലും ഒരു ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണത്തിനെ സൂചിപ്പിച്ചത്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഹാർഡ്വെയറോ നല്ല കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇതിന് ശരിക്കും വളരെ ഗൗരവത്തിലുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ഹാർഡ്വെയർ സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതിനെ കൃത്യമായ പ്രോസസ്സറുകൾ വേണം, നല്ല ശക്തിയുള്ള പ്രോസസ്സറുകൾ വേണം. അപ്പൊ പ്രോസസ്സറുകൾ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് കൊണ്ട് CPU എന്ന് പറയും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ AI-ക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് വേറെ 2 ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് കൂടിയുണ്ട്. അതിനെ നമ്മൾ ഒന്ന് GPU എന്ന് പറയും, ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. ഇത് പണ്ട് കാലത്ത് നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടേഴ്സിലെ ഗ്രാഫിക്കൽ GPU കാർഡൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു GPU AI-ക്കും വേണം. പണ്ടത് ഇത്തരം ഗെയിം കളിക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ AI ഡെവലപ്മെന്റിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് സംവിധാനമാണ് GPUs. മൂന്നാമത്തത് വളരെ സ്പെസിഫിക് ആയ, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില
ടൂളുകൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കും, ചില പ്രോസസ്സിംഗ് ടൂളുകൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിന്റെ ഒരു പ്രത്യേക തരം അൽഗോരിതം ഉണ്ട്, ഒരു ടെൻസർ ഫ്ലോ അൽഗോരിതം. ഗൂഗിൾ സ്പെസിഫിക്കലി ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ ലേണിംഗ് സംവിധാനത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് TPU എന്ന് പറയും, ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് AI കണക്കൂട്ടലുകൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ എന്ന ഒരു കമ്പനി അവരുടെ സവിശേഷമായിട്ടുള്ള ഒരു സർവീസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതുപോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില ടൂളുകൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് മെമ്മറി വേണം. ഈ മെമ്മറി ചില AI സംവിധാനങ്ങൾക്ക് കുറച്ച് മതി, ചിലതിന് വളരെയധികം മെമ്മറി ആവശ്യം ഉണ്ടായി വരും. എന്നാലും പൊതുവെ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള മെമ്മറി റാമിന്റെ കപ്പാസിറ്റി പോരാ AI സംവിധാനത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അവിടെ ധാരാളമായിട്ടുള്ള മെമ്മറി അവിടെ എസെൻഷ്യൽ ആണ്. ഇതുപോലെ തന്നെ വേഗതയേറിയ സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. മിക്കവാറും AI സിസ്റ്റംസ് ഇപ്പോഴൊക്കെ തന്നെ നമ്മുടെ ലാബിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ കൈകളിലുള്ള സിസ്റ്റത്തിനകത്തോ ആയിരിക്കില്ല അതിന്റെ സേവനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടാവുക. അതിനുവേണ്ടി ക്ലൗഡ് സർവീസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ഇത്തരം സേവനങ്ങൾ കൊടുക്കുന്ന വലിയ കമ്പനികൾ പല രീതിയിൽ കൈമാറ്റം ചെയ്യാം, അല്ലെങ്കിൽ അവർ വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പൈസയ്ക്കോ അങ്ങനെ എന്താ ആ രീതിയിൽ ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം സംവിധാനങ്ങളെയും നമുക്ക് ഒരു AI സിസ്റ്റത്തിന് റൺ ചെയ്യാനായിട്ട് ആവശ്യമുണ്ടാവും. ഇതിൽ നമ്മൾ നേരത്തെ നോക്കി CPU, GPU, TPU എന്നൊക്കെ കണ്ടല്ലോ. ഇതിന്റെ ഒരു വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോസ്റ്റ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ CPU എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില പ്രോസസ്സിംഗ് സംവിധാനങ്ങൾ, അതിന് കോർ എന്ന് പറയും. നമ്മുടെ ഒക്കെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന CPU എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇന്റലിന്റെ അയക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ AMDയുടെ അയക്കാം. അതിനകത്ത് പറയും ചിലപ്പോൾ 4 കോർ അല്ലെങ്കിൽ 8 കോർ അല്ലെങ്കിൽ 16 കോർ എന്നൊക്കെ പറയും. ഈ ഓരോ കോറിനകത്തും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടത്താൻ കപ്പാസിറ്റി ഉള്ള ടെക്നോളജി ആയിരിക്കും ഉണ്ടായിരിക്കുന്നുണ്ടാവുക. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീരിയൽ പ്രോസസ്സിംഗ് എന്ന് പറയും, അതായത് ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനൊക്കെ അത് മതി. ഇത്തരത്തിലൊരു 16 കോറൊക്കെ ഉള്ള ഒരു പ്രോസസ്സിംഗ് സംവിധാനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു AI സംബന്ധിച്ചിടത്തോളം ഈ സീരിയൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവിടെ GPU എന്ന ആശയത്തിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കോറുകൾക്ക് പകരം ചെറിയ ചെറിയ കോറുകളുടെ ഒരു വലിയ മല അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ്, അതായത് ഒരുപാട് പണികൾ ചെയ്യുന്ന ഒരുപാട് പണിക്കാർ ചേർന്നിട്ട് ഒരുമിച്ച് പാരലലി ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങളൊരു ചിത്രകാരനാണ്, നിങ്ങൾ ചിത്രം വളരെ ഗൗരവത്തിൽ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ GPU അല്ല, നിങ്ങളൊരു CPU ആണ്. അതേസമയം കുറെ ആൾക്കാർ വന്നിട്ട് ഒരു വീട് പെട്ടെന്ന് പടയെന്ന് പറഞ്ഞിട്ട് പെയിന്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ GPU എന്ന ആശയത്തിന് ഇക്വലന്റ് ആണ്. കാരണം അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോർ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. സ്ട്രെങ്ത് കുറഞ്ഞ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരുപാട് കോറുകൾ ഒരേ സമയത്ത് പ്രവർത്തിച്ചിട്ടാണ് ഈ GPU വളരെ പാരലൽ പ്രോസസ്സിംഗ് നടത്തുന്നുണ്ടാവുക. ടെൻസർ ഫ്ലോ വരുന്ന സമയത്ത് അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സിംഗ് സംവിധാനമാണ് ടെൻസർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾക്കകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കാശ് നോക്കിയാലും വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു CPU എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ കമ്പ്യൂട്ടേഴ്സിനകത്ത് CPU നോക്കുമ്പോൾ 8,000 രൂപ മുതൽ ചിലപ്പോൾ 1 ലക്ഷം രൂപയോ, ചിലപ്പോൾ വലിയ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു 10, 15, 20 ലക്ഷം രൂപയുള്ള CPUകൾ വരെ ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കാം. പക്ഷേ ഒരു GPU എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് തന്നെ മിക്കവാറും ഒരു 50,000 രൂപ മുതലോ ഒക്കെ ആയിരിക്കാം തുടങ്ങുന്നുണ്ടാവുക. അത് ചിലപ്പോൾ ഒരു 50 ലക്ഷം രൂപ വരെയൊക്കെയുള്ള കപ്പാസിറ്റിയിൽ GPUവിന്റെ പ്രൈസ് മാറിയെന്നിരിക്കാം. അതേസമയം TPU എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളും ആയിരിക്കില്ല. ഇപ്പൊ നമ്മുടെ TPU സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ഗൂഗിൾ ആണ് അതിന്റെ സേവനം കൊടുക്കുന്നത്. അത് ഓരോ മണിക്കൂറിനൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും വലിയ കമ്പനികൾക്കൊക്കെ ചിലപ്പോൾ 1 മണിക്കൂറിന് 50 ലക്ഷം രൂപ എന്നുള്ള കണക്കിലൊക്കെ അവർ TPU സേവനങ്ങൾ കൊടുത്തെന്നിരിക്കാം. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വളരെ വലുതാണ്. ഇപ്പോൾ GPUകളോ TPU ഒക്കെ തന്നെ നമുക്കൊരു സംവിധാനം, ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഫെസിലിറ്റിക്കോ വാങ്ങിക്കണമെങ്കിലോ അത് ഉപയോഗിക്കണമെങ്കിലോ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രാഷ്ട്രീയം പ്രവർത്തിക്കും. ഈ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് മറ്റൊരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം AI എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. എയുടെ അൽഗോരിതത്തിനകത്ത് രാഷ്ട്രീയമുണ്ട്, AI പ്രവർത്തിക്കുന്ന ഒരു ഹാർഡ്വെയറിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഈ ഹാർഡ്വെയറിന്റെ അവൈലബിലിറ്റിക്കകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ
ഇപ്പൊ റെയർ എർത്ത് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്നോളജി മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇത് അവൈൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. അത് നമ്മുടെ ചുറ്റും കാണുന്ന പല യുദ്ധങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഒരു ലഘുവായിട്ടുള്ള ഒരു തുടക്കം ഇടുന്നു എന്ന് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം കൂടെ നോക്കിയതിനു ശേഷം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. നമ്മൾ AI വർഗീകരിക്കാറുണ്ട്. അതിന്റെ കാറ്റഗറി സ്പെസിഫിക് ആയിട്ട് നോക്കുമ്പോൾ 2 രീതിയിലാണ് AI വർഗീകരിക്കാറുള്ളത്. ഒന്ന് AI കഴിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേപ്പബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തരത്തിലുള്ള വർഗീകരണം നടത്തുന്നുണ്ടാവുക. രണ്ടാമത്തത് അതിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരണം നടത്തുന്നുണ്ടാവും. ഈ കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. AI പലതരമുണ്ട്. നാരോ AI എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിനൊരു സ്പെസിഫിക് ആയുള്ള കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെയോ മൃഗങ്ങളെയോ ഒക്കെ റീപ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള AI ആണ് ജനറൽ AI എന്ന് പറയുന്നത്. സൂപ്പർ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെക്കാളും ഉയർന്ന തലത്തിലുള്ള ഇന്റലിജൻസ് കൈവരിക്കുന്ന AI ആണ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരുപാട് ക്ലാസ്സുകളിലും ഒരുപാട് സ്ഥലത്തൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഭാഗ്യവശാൽ ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സിസ്റ്റംസും നാരോ AI ആണ്, അല്ലെങ്കിൽ വീക്ക് AI ആണ്. ജനറൽ AI എന്ന് പറയുന്നത് ഇപ്പോൾ തിയറിയിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജനറൽ AI പ്രായോഗികമാവും എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അതിന്റെ ഒരു ത്രെറ്റിനെ പറ്റി നമ്മൾ അവെയർ ആവുകയും അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തു തുടങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ സൂപ്പർ AI എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പോൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ മാത്രമേ, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി തൽക്കാലം നമ്മൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് അതിന്റെ കേപ്പബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വർഗീകരണം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫങ്ഷണാലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു തരം വർഗീകരണമുണ്ട്. അവിടെ 4 തരം ഹൈ ലെവൽ കാറ്റഗറീസ് ആണ് ഉള്ളത്. ഒന്നിനെ നമ്മൾ റിയാക്റ്റീവ് മെഷീൻസ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതൊന്നും ഓർത്തൊന്നും വെക്കില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയും. അല്ലാതെ ഞാൻ ആരാണെന്നോ ഞാൻ എന്തിനത് ചോദിച്ചെന്നോ അതൊന്നും അത് ആലോചിച്ച് വെക്കില്ല. അതിനെ റിയാക്റ്റീവ് മെഷീൻസ് എന്ന് പറയും. രണ്ടാമതൊരു തരത്തിലുള്ള AI സിസ്റ്റത്തിനെ നമ്മൾ ലിമിറ്റഡ് മെമ്മറി മെഷീൻസ് എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് മെമ്മറി മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ കാലഘട്ടത്തിലേക്ക് അതിനെ ഓർത്തു വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ChatGPT ഒക്കെ അങ്ങനെയൊക്കെയാണ്. അത് കുറച്ച് നേരത്തേക്ക് നമ്മളെ പറ്റിയിട്ടൊക്കെ അത് ഓർത്തു വയ്ക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പൊ ധനേഷ് അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ട് രണ്ടാമത് പോയി ധനേഷ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യത്തൊന്നുമായിട്ട് അത് കണക്ട് ചെയ്ത് ഉത്തരം പറഞ്ഞെന്നിരിക്കാം. ഇതൊക്കെ ലിമിറ്റഡ് മെമ്മറി സിസ്റ്റംസ് ആണ്. ഇനി മൂന്നാമതൊരു ആശയം തിയറി ഓഫ് മൈൻഡ് എന്ന് പറയും. അത് ഇപ്പോൾ റിസർച്ച് ഫേസിൽ മാത്രമാണ്. അത് മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യന് വേണ്ട രീതിയിൽ മനുഷ്യന് തത്തുല്യമായ, അതായത് ഇപ്പൊ എൻ്റെ അടുത്ത് ഉത്തരം പറയുന്ന പോലെ ആയിരിക്കില്ല വേറൊരാളുടെ ഉത്തരം പറയേണ്ടാവുക. അത് എന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ എപ്പോൾ ചോദിച്ചാലും ഏത് രീതി ചോദിച്ചാലും എന്നെ മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയുന്ന രീതിയും ഒരു മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഐഡിയയൊക്കെയാണ് തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന AI സിസ്റ്റംസ് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഇനി സ്വയം ബോധ്യമുള്ള നമ്മളെയൊക്കെ പോലെ ഞാൻ ആര് എന്ന് മറ്റേ ഏതൊരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറഞ്ഞതുപോലെ ബുദ്ധനും കൃഷ്ണനും ഒക്കെ അന്വേഷിച്ച് നടന്നിട്ടുള്ള ആ സെൽഫ് അവയർനെസ് കിട്ടിയ AI ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അങ്ങനെ സെൽഫ് അവയർനെസ് കിട്ടിയ AI സിസ്റ്റംസ് നമ്മുടെ ചുറ്റുമില്ല. ഈ അടുത്ത കാലത്തൊന്നും വരുമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സൂചനകളുമില്ല. ഭാവിയിൽ സൂപ്പർ AI ഒക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ അത്തരത്തിലുള്ള സെൽഫ് അവയർനെസ് സിസ്റ്റംസ് ഉണ്ടായേക്കാം. അത് ആ സമയത്തെ പ്രശ്നമാണ്. തൽക്കാലം നമ്മൾ അതിനെപ്പറ്റി ഇപ്പോഴേ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ആ ഒരു മേഖലയിൽ വരുന്നത്. അപ്പോൾ ബേസിക്കലി ബ്രോഡായിട്ട് എത്ര ടൈപ്പ് ഓഫ് AI ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ഫങ്ഷണാലിറ്റി ആൻഡ് ദ അതർ വൺ ബേസ്ഡ് ഓൺ കേപ്പബിലിറ്റി. കേപ്പബിലിറ്റി ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് നാരോ AI ആണ്. ഇനി വരാൻ ചിലപ്പോൾ സാധ്യതയുള്ളത് ജനറൽ AI ആണ്. വരാൻ സാധ്യതയുള്ളതല്ല ഏതാണ്ടൊക്കെ വരും. പക്ഷെ ഒരു സൈഫൈ സെനാരിയോന് മാത്രം നിലനിൽക്കുന്ന ഒരു സാധനം സൂപ്പർ AI ആണ്. ഫങ്ഷണാലിറ്റി ബേസ് ചെയ്തിട്ട് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഹൈ ലെവൽ അത് ഒന്ന് റിയാക്റ്റീവ് മെഷീൻസ് എന്ന് പറയും, ലിമിറ്റഡ് മെമ്മറി രണ്ടാമത്തത്, മൂന്നാമത്തത് തിയറി ഓഫ് മൈൻഡ്, നാലാമത്തത് സെൽഫ് അവയർനെസ്. ഇത്തരത്തിലുള്ള 4 ഘടകങ്ങളാണ് ഫങ്ഷണാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള AI കാറ്റഗറികളിൽ ഉണ്ടാവുന്നത്. ഇനി ഇതുപോലെ പല വാക്കുകളും നിങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ AI ബന്ധപ്പെട്ട് കാണാൻ പറ്റും. പണ്ടത്തെ കാലത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെയധികം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് എക്സ്പെർട്ട് സിസ്റ്റംസ് എന്ന് കേൾക്കാറുണ്ട്. അത് 1980കളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇപ്പോഴത്തെ കാലത്ത് എക്സ്പെർട്ട് സിസ്റ്റത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിൽ കൂടിയും AI ഒരു മൂത്തമ്മാവൻ എന്നൊക്കെ പറയാവുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ടെക്നോളജിയാണ് ഈ എക്സ്പെർട്ട് സിസ്റ്റംസ്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം ഒരു എക്സ്പെർട്ട് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കും.
ഇപ്പൊ ഞാനൊരു ഡോക്ടറാണെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഇരുന്ന് ഞാൻ എങ്ങനെയാണ് ഡയഗ്നോസിസ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് എന്തൊക്കെ ഉത്തരം പറയണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നീട് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഇത് വളരെ ആധികാരികമായിട്ട് ഉത്തരം കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് എക്സ്പെർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. മറ്റൊരു ടൈപ്പ് ഓഫ് AI സംവിധാനമുണ്ട്. അത് നമ്മുടെ ചുറ്റുമുള്ള ഇപ്പം മിക്കവാറും AI സംവിധാനങ്ങൾക്കകത്ത് ശരി തെറ്റ് അല്ലെങ്കിൽ ഫോൾസ് ട്രൂ എന്നൊക്കെ പറയുന്നിട്ടുള്ള ചില ബേസിക് ബൈനറി ഐഡിയാസ് ഒക്കെ വെച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. എന്നാൽ ചില സ്ഥലത്ത് അത് മതിയാവില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലുള്ള വാഷിംഗ് മെഷീൻ ആലോചിക്കാം. ഈ വാഷിംഗ് മെഷീൻ്റെ അകത്ത് നിങ്ങൾ കുറെ തുണി എടുത്തിട്ടു. ആ തുണിക്ക് ഒരു വെയിറ്റ് ഉണ്ട്. ഒരു ആദ്യം ഞാൻ ഇട്ടപ്പോൾ അത് 3 കിലോ ആയിരുന്നു, വേറൊരാൾ ഇടുമ്പോൾ അത് 5 കിലോ ആയിരിക്കാം. ഇതിനനുസരിച്ചിട്ട് അതിന്റെ സ്പിൻ സൈക്കിൾ അത് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ശരി തെറ്റ്, യെസ് നോ അല്ലെങ്കിൽ ബൂളിയൻ ലോജിക്ക് വെച്ചിട്ട് നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കാനോ പറ്റില്ല. അവിടെ കൃത്യമായിട്ട് ആ സാഹചര്യത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം എന്ന ഒരു ആശയം, അത് കമ്പ്യൂട്ടർ ഐഡിയക്കകത്ത് സാധാരണഗതിയിൽ വരാത്തൊരു സംഭവമാണ്. കമ്പ്യൂട്ടർ സയൻസിൽ നോർമലി ഏകദേശം എന്നൊരു ഐഡിയ വരാറില്ല. പക്ഷെ ഈ സംവിധാനം പ്രവർത്തിക്കാൻ ഏകദേശം എന്നൊരു ഐഡിയ ആവശ്യമുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം സാങ്കേതിക മേഖലയാണ്, ഒരു സിസ്റ്റമാണ് ഫസി ലോജിക് എന്ന് പറയും. ഈ ഫസി ലോജിക്ക് എയർ കണ്ടീഷനറിനകത്തും അല്ലെങ്കിൽ റൈസ് കുക്കറിനകത്തും വാഷിംഗ് മെഷീനകത്തും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ തന്നെയും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു റൈസ് കുക്കറിനകത്ത് 1/2 കിലോ അരിയിട്ടാലും 1 കിലോ അരിയിട്ടാലും 2 രീതിയിൽ അത് പ്രവർത്തിക്കാം. ഈ 2 രീതിയിൽ പ്രവർത്തിക്കാൻ അതിനെ സഹായിക്കുന്ന ലോജിക്കൽ സംവിധാനമാണ് ഫസി ലോജിക് എന്ന് പറയുന്നത്. ഇതും AI സംവിധാനങ്ങളുമായി ഏറെക്കുറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതിന്റെ ഇവല്യൂഷന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു സാങ്കേതിക മേഖലയാണ്. മറ്റൊന്ന് ഇവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ജനറ്റിക് അൽഗോരിതങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവല്യൂഷണറി കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനിതകപരമായ എവല്യൂഷനെ പറ്റിയിട്ട് നമുക്ക് അറിയാമല്ലോ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി, ഒരു പരിണാമം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അത് ഏറ്റവും മികച്ച രീതിയിലുള്ള ചില സൊല്യൂഷൻസ് ആദ്യം കണ്ടെത്തിയതിനു ശേഷം അത് വീണ്ടും കോമ്പീറ്റ് ചെയ്ത് അതിനേക്കാളും മികച്ചിട്ടുള്ള സാധ്യതകൾ കണ്ടെത്തി അങ്ങനെ പതിയെ ഇവോൾവ് ചെയ്ത് വരുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടേഷന്റെ തലത്തിൽ ആദ്യം ഒരു ഇൻപുട്ട് കൊടുക്കും. ഒരു ന്യൂ ജനറേഷൻ ഇൻപുട്ട് കൊടുത്തതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് കുറെ ഇവാലുവേഷൻ ഒക്കെ നടത്തും. അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപയോഗിച്ച് അതിൽ ഏറ്റവും മികച്ചതിനെ എടുത്തുകൊണ്ട് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കുന്നു. അതിനെ വീണ്ടും ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തി അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ കിട്ടുന്ന ആൻസേഴ്സിനെ ഏറ്റവും മികച്ചതിനെ എടുക്കുന്നു. അങ്ങനെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സിനെ എടുത്തുകൊണ്ട് പല സൈക്കിളുകളിലൂടെ പ്രവർത്തിച്ച് ഒരു കമ്പ്യൂട്ടേഷണൽ ആൻസർ തരുന്നതിനാണ് എവല്യൂഷണറി കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഇതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു സാങ്കേതിക മേഖലയാണ്. ഇതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഒട്ടനവധി മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിക്കൽ അറീനാസും ഉണ്ട്. അതിലൊന്ന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. അതായത് മനുഷ്യന്മാർ സംസാരിക്കുന്നതും എഴുതുന്നതുമായ ഭാഷയൊക്കെ കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സ്വാഭാവിക ഭാഷാ സംസ്കരണ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ചാറ്റ് ബോട്ട് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് NLP എന്നുള്ള ടെക്നോളജിയാണ്. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, ഇപ്പൊ നിങ്ങൾ UAE-ലാവുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാം, AI ക്യാമറകൾ നിങ്ങൾ കാണുന്നു, അതിനകത്ത് ഇമേജ് റെക്കഗ്നീഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാർഡിലേക്ക് നിങ്ങൾക്ക് ഫൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഈ ഇമേജ് റെക്കഗ്നീഷൻ ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് മേഖലയാണ്, സാങ്കേതിക മേഖലയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്നത്. അത് മുഖം തിരിച്ചറിയലാകാം, ഒബ്ജക്ട് ഡിറ്റക്ഷൻ ആകാം, മെഡിക്കൽ ഇമേജുകളെ വിശകലനം ചെയ്ത് അതിൽ നിന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇത്തരം കമ്പ്യൂട്ടർ വിഷൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനകത്തൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പൊ ഫേഷ്യൽ റെക്കഗ്നീഷൻ ഉപയോഗിക്കുന്ന അതേ അൽഗോരിതം എടുത്തു വെച്ചുകൊണ്ട് വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റില്ല. അത് രണ്ടിനും 2 രീതിയിലുള്ള അൽഗോരിതങ്ങൾ വേണം. പക്ഷെ എങ്കിൽ കൂടിയും അതിന്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഏകദേശം കമ്പ്യൂട്ടർ വിഷന്റെ ഫ്രെയിം തന്നെ ആയിരിക്കും.
പിന്നെ കോഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് മനുഷ്യന്റെ ബുദ്ധിയെ മിമിക് ചെയ്യുന്ന രീതിയിൽ മനുഷ്യന്റെ ചിന്താ പ്രക്രിയകളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളെയാണ് കോഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മൾ ഈ AI സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു കോഗ്നിറ്റീവ് കമ്പ്യൂട്ടർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകളും നമ്മൾക്ക് പരിചയപ്പെടേണ്ടി വരും. പിന്നെ നമ്മൾ വളരെ പരിചയമുള്ള ഒരു കാര്യമാണ് ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഉള്ളടക്കം സൃഷ്ടിക്കാൻ കഴിവുള്ള AI ആണ് നമ്മൾ ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക AI ടൂളുകളും ഇത്തരം ജനറേറ്റീവ് AI ടൂളുകളാണ്. ChatGPT ആയിക്കോട്ടെ, മിഡ്ജേർണി ആയിക്കോട്ടെ, ഗ്രോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡീപ്സീക്ക് ആയിക്കോട്ടെ, പെർപ്ലക്സിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ജെമിനി ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ജനറേറ്റീവ് AI ടൂളുകളാണ്. ഈ ജനറേറ്റീവ് AI ടൂളുകൾക്കകത്ത് തന്നെ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയുന്ന മറ്റൊരു വലിയ കാറ്റഗറി ഉണ്ട്. അതായത് വലിയ ലാംഗ്വേജ് മോഡലുകൾ വലിയ രീതിയിലുള്ള ഡാറ്റ കളക്ട് ചെയ്ത് അതിന്റെ പാറ്റേൺസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സംവിധാനങ്ങളെയാണ് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എന്ന് പറയുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ വേറൊരു സാധനം കൂടെ ഉണ്ട്, ലാർജ് വേൾഡ് മോഡൽസ് എന്ന് പറയും, LWM എന്ന് പറയും. ലാർജ് വേൾഡ് മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം സംവിധാനങ്ങളെ പഠിച്ചുകൊണ്ട് അതിൽ നിന്ന് പുതിയ തരത്തിലുള്ള ഒരു റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ് ലാർജ് വേൾഡ് മോഡൽസ് എന്ന് പറയുന്നത്. ഇതും പുതിയ AI മേഖലയുടെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് 2025-26 ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി നമ്മളിപ്പോൾ ക്വാണ്ടം സെഞ്ചുറി പീരീഡ് ആണ് 2025 യുനെസ്കോ ക്വാണ്ടം സെഞ്ചുറി. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ക്വാണ്ടം എക്സിബിഷൻ ഒക്കെ നടത്തുന്നുണ്ട്, ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷൻ ഒക്കെ നടത്തുന്നുണ്ട്. ക്വാണ്ടം സെഞ്ചുറി എക്സിബിഷന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കൺവെൻഷണൽ കമ്പ്യൂട്ടിംഗ് അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചെയ്യും. ആൾക്കാർ വിചാരിക്കും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലി ചെയ്യുന്ന പല കാര്യങ്ങളും 10,000 മടങ്ങ് വേഗതയിലും അല്ലെങ്കിൽ 1,00,000 മടങ്ങ് വേഗതയിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധാരണപരമായിട്ടുള്ള ചില മെസ്സേജുകളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ഐഡിയ തന്നെ ഡിഫറെന്റ് ആണ്. അത് ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ഒരു ഫിസിക്സിന്റെ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ബൂളിയൻ ലോജിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി, 0യും 1ഉം അല്ലെങ്കിൽ ട്രൂവും ഫോൾസും എന്ന് പറയുന്ന രണ്ട് പോസിബിലിറ്റി. അപ്പൊ ഒരു സ്വിച്ച് ഓൺ ആക്കുക, ഓഫ് ആക്കുക, ഇതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ അടിസ്ഥാന പാഠം. എന്നാൽ ക്വാണ്ടം സയൻസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ക്യൂബിറ്റ് ആണ്. ഇവിടെ ബിറ്റ് ആണെങ്കിൽ അവിടെ ക്യൂബിറ്റ് ആണ്. ഒരു ക്യൂബിറ്റിൽ നിങ്ങൾക്ക് ഒരേ സമയം 1 ഉണ്ടാകാം, 0 ഉണ്ടാകാം, 1ഉം 0യും ഒരുമിച്ചും ഉണ്ടാകാം. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കമ്പ്യൂട്ടേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വേഗതയിൽ ഔട്ട്പുട്ട് തരാൻ ഇത് ഉപയോഗിച്ച് നടക്കും. ഇങ്ങനെയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ചില രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് AI അൽഗോരിതങ്ങളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ റിസർച്ച് ഫേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്, അതിന്റെ ഔട്ട്പുട്ട് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ അത്തരത്തിലൊരു ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ AI എവല്യൂഷൻ, AI വളർച്ച നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ സംഭവിച്ചേക്കാം. അത് വളരെ പെട്ടെന്ന് ജനറൽ AIയിലോട്ടും അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന് കാരണമായി മാറിയേക്കാം. എന്തായാലും കൺവെൻഷണൽ കമ്പ്യൂട്ടിങ്ങും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അത് ഒരേപോലെ പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളല്ല എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ കൺവെർസേഷണൽ AI, ജനറേറ്റീവ് AI പോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനുഷ്യനുമായി സ്വാഭാവികമായ സംഭാഷണത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് AI സിസ്റ്റങ്ങളെയാണ് കൺവെർസേഷണൽ AI എന്ന് പറയുന്നത്. ചാറ്റ് ബോട്ടുകൾ, വോയിസ് അസിസ്റ്റന്റുകൾ എന്നുള്ളതൊക്കെ തന്നെ ഇതിന് ഉദാഹരണമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പഴയ ചില AI സംവിധാനങ്ങളെ നമ്മൾ രണ്ട് ഹൈ ലെവൽ കാറ്റഗറിയിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് സിംബോളിക് AI എന്നും രണ്ടാമത്തത് കണക്ഷനിസ്റ്റ് AI എന്നൊക്കെ പറയും. അതിനെപ്പറ്റി നിങ്ങൾ വലുതായിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പണ്ടത്തെ AI നമ്മൾ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന എക്സ്പെർട്ട് സിസ്റ്റങ്ങളൊക്കെ നമ്മൾ സിംബോളിക് AI എന്ന് പറയും. എന്നാൽ ഇന്നത്തെ പുതിയ കാലത്തെ ന്യൂറൽ നെറ്റ്വർക്കുകളെയും ഡീപ്പ് ലേണിങ്ങിനെയും മെഷീൻ ലേണിങ്ങിനെയൊക്കെ ഉപയോഗിക്കുന്ന AI സംവിധാനങ്ങളെ നമ്മൾ കണക്ഷനിസ്റ്റ് AIകൾ എന്ന് പറയും. അപ്പൊ പുതിയ കാലത്തിന്റെ AI ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണക്ഷനിസ്റ്റ് AIകളാണ്. പഴയ കാലത്തെ AI ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ഗുഡ് ഓൾഡ് ഫാഷൻഡ് എ ഐ അല്ലെങ്കിൽ ഗോഫൈ എന്നറിയപ്പെടുന്ന സിംബോളിക് എ ഐ എന്നുള്ള വാക്കാണ്. ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബേസിക് പ്രിമൈസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ ചിലപ്പോൾ കയറി വരും. ഈ വാക്കുകൾ കയറി വരുമ്പോഴത്തേക്ക് ഇതെന്തോ വലിയ ആനക്കാരിയാണെന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അതങ്ങനെ വലിയ ആനക്കാരിയൊന്നും അല്ല. ഇതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായി നമുക്കറിയാമെങ്കിൽ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, ഇതിന്റെ സൂക്ഷ്മ വശങ്ങളിലേക്കും ഇമ്പാക്ട് ഏരിയാസിലേക്കും കടക്കാൻ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. പിന്നെ വേറൊരു വലിയ ഒരു തെറ്റിദ്ധാരണ കൂടി റിവീൽ ചെയ്യാനുണ്ട്. റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ RP എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് അത് AI ആണെന്നാണ്. ഒരു റോബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീട്ടിനകത്തെ തറയൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന റോബോട്ടുകൾ നമ്മുടെ വീട്ടിൽ പലരുടെയും വീട്ടിലുണ്ടാവും. ഇത് AI ആണോ? അതിനകത്ത് AI ടൂളുകൾ കമ്പോണന്റ് ഉണ്ടായേക്കാം. പക്ഷേ സാധാരണഗതിയിൽ അതൊരു AI സംവിധാനമല്ല. അതിന് പ്രീഡിഫൈൻഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരൊരു ദിവസം അല്ലെങ്കിൽ ഞാൻ ഒന്ന് മടി പിടിച്ച് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കാനോ ഒന്നും അതിന് കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും AI ആണെന്നുള്ള ഒരു മേഖലയല്ല. പക്ഷെ AI-യുമായിട്ട് കമ്പയിൻ ചെയ്താൽ ഇതിനെ കുറച്ചുകൂടി സ്മാർട്ടാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് മാത്രമേ അതിനോട് ചേർത്ത് പറയാനുള്ളൂ. ഇനി ഇതിന്റെ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് ക്യുക്കായിട്ട് പോവാം. AI എന്ന് പറയുന്നത് എപ്പോഴാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പണ്ട് തന്നെ ചിന്തിക്കുന്ന യന്ത്രമനുഷ്യന്മാരെ പറ്റിയിട്ടുമൊക്കെ വലിയ ഗ്രീക്ക് പുരാണങ്ങളിൽ വരെയുണ്ട്. അപ്പൊ അന്തകാലത്ത് തൊട്ട് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ഒരു ടെക്നോളജി എന്നുള്ള രീതിയിൽ ഇതിന്റെ തുടക്കം വരുന്നത് 1940-കളിലാണ്. ഇത് 40-കളിൽ കഴിഞ്ഞിട്ട് AI പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, ഈ ചിത്രത്തിൽ കാണുന്ന അലൻ മാത്തസൺ ട്യൂറിംഗ് എന്ന് പറയപ്പെടുന്ന വളരെ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ഗവേഷകൻ, ഗണിതജ്ഞനായിരുന്നു. അദ്ദേഹം ഒരു ജേണലിൽ, മൈൻഡ് എന്നായിരുന്നു ആ ജേണലിന്റെ പേര്, ആ മൈൻഡിനകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതി പ്രസിദ്ധീകരിക്കേണ്ടായി. 1950 ഒക്ടോബറിലായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു വന്നത്. അതിന്റെ പേര് കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്നായിരുന്നു ആ ഒരു ആർട്ടിക്കിളിനകത്ത്. അതിൽ അദ്ദേഹം ആദ്യത്തെ വാചകത്തിൽ തന്നെ എഴുതിയിരുന്ന ഒരു കാര്യം ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു പിന്നീടുള്ള ഈ ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ആർട്ടിക്കിള് പിന്നീട് അത് വിശദീകരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് അദ്ദേഹം കടന്നുപോയത്. ഇതിനകത്ത് അദ്ദേഹം തിയോളജി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫിലോസഫിക്കൽ തലങ്ങൾ കടന്നുപോയിട്ടുണ്ട്, മാത്തമാറ്റിക്സിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ നിന്നാണ് ആധുനിക കാലത്തെ AI ഡെവലപ്മെന്റ് തുടങ്ങിയതെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ AI-യുടെ പിതാവ് ആരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 2 ഉത്തരങ്ങൾ വരും. ഒന്ന്, AI എന്ന ഐഡിയയുടെ പിതാവ് ഒരുപക്ഷെ അലൻ ട്യൂറിംഗ് ആണ്. പക്ഷെ AI എന്നുള്ള വാക്ക് അദ്ദേഹമല്ല കൊണ്ടുവന്നത്. AI എന്നുള്ള വാക്ക് കൊണ്ടുവന്നത് ജോൺ മക്കാർത്തി എന്ന് പറയുന്ന മറ്റൊരു ഗണിതജ്ഞനായിരുന്ന ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് 1956, 57 കാലഘട്ടത്തിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തി. ആ വർക്ക്ഷോപ്പിന് ഡാമുത്ത് എന്നാണ് പറയുന്നത്, DARTMOUTH എന്നാണ് എഴുതുന്നത്. ഡാമുത്ത് വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് അവര് AI-യുടെ ഫെർദർ ഡെവലപ്മെന്റുകളെ പറ്റി സംസാരിക്കുകയുണ്ടായത്. അതിലൊരു 10-18ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല, അത് അലൻ ട്യൂറിംഗ് ആയിരുന്നു. അലൻ ട്യൂറിംഗ് ആ ഒരു പർട്ടിക്കുലർ വർക്ക്ഷോപ്പിനകത്ത് പങ്കെടുത്തില്ല. അതിലുള്ള ചില ആൾക്കാർ പിന്നീട് വളരെ പ്രശസ്തരായി, അവരായിട്ട് തന്നെ പ്രശസ്തരാവുകയുണ്ടായി. ഇപ്പൊ മാർവിൻ മിൻസ്കിയും അതുപോലെ ഹെർബർട്ട് സൈമണും അങ്ങനെ കുറേയധികം ആൾക്കാരൊക്കെ തന്നെ അവരുടെ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് AI-യുടെ പല മേഖലകളിൽ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് പലരും കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ചില ആൾക്കാരുടെ പേരുകളാണ് ഈ മാർവിൻ മിൻസ്കി ഉണ്ട്, ഹെർബർട്ട് സൈമൺ ഉണ്ട്, അലൻ ന്യൂവൽ ഉണ്ട്, ജെഫ്രി ഹിൻഡൻ ഒക്കെ ഈ അടുത്ത കാലത്ത് ഗൂഗിളിന്റെ ഒക്കെ ഡീപ് മൈൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വളരെ പ്രശസ്തനായ, ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. യാൻ ലീക്കൺ, യോഷുവ ബെങ്കിയോ, അങ്ങനെ കുറെ അധികം ആൾക്കാർ ഈ AI മേഖലയിൽ പല ടെക്നോളജികളെയും തുടക്കമിടുന്നതിൽ പ്രധാനികളായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇത് മുഴുവൻ പുരുഷന്മാരാണല്ലോ. അല്ല, സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഗ്രേസ് ഹോപ്പർ എന്ന് പറയുന്ന 2ാമത്തെ വനിത അല്ലാതെ തന്നെ അവര് പ്രശസ്തയാണ്. അവര് AI-ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതല്ല, ആദ്യത്തെ കമ്പൈലർ ഡിസൈൻ ചെയ്യുകയും ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഡെവലപ്മെന്റിനൊക്കെ അതിനു വേണ്ടിയിട്ട് സംഭാവനകൾ കൊടുത്തൊരു വ്യക്തിയാണ് ഗ്രേസ് ഹോപ്പർ. അല്ലാതെയുള്ള ഈ ഫെയ് ഫെയ്ലി,
അതുപോലെ ടിംനിറ്റ് ഗബ്രു എന്നൊക്കെ പറയുന്ന സിന്ധിയ ഡോക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ പല മേഖലകളിലായിട്ട് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള വനിതകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ. അതിനകത്തൊരു സ്പെസിഫിക് ആയിട്ട് പുരുഷന്മാർ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നോ അല്ലെങ്കിൽ സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തർക്കത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് AI ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു ടൈം ലൈൻ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് 1940 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടം മുഴുവൻ സംഭവ ബഹുലമായിരുന്നു. 1940s-ലും 1950s-ലും ആദ്യത്തെ ട്യൂറിംഗ് ടെസ്റ്റ്, അതായത് എലൻ ട്യൂറിംഗ് ഒരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു സിസ്റ്റം AI ആണോ അല്ലയോ എന്നൊക്കെ പറയാനായിട്ട്. അതിപ്പോഴും എന്താ പറയാ, ജനറൽ ഇന്റലിജൻസ് ഉള്ള ഒരു സിസ്റ്റം മാത്രമേ പാസ്സാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അത്തരത്തിലൊരു സിസ്റ്റം അലൻ ട്യൂറിംഗ് ടെസ്റ്റിന്റെ പാസ്സായിട്ടൊന്നുമില്ല. ആ ഒരു തുടക്കമിട്ട 1940s 50s തൊട്ട് പിന്നീടുള്ള പലതരത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് ഉണ്ടായി വരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് ആൾക്കാർക്ക് ഇതിന്റെ ഒരു സാധ്യതയെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അതിൽ വരികയും ആ ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയ മാത്രം പോരാ, കയ്യിൽ കാശും വേണം, ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും വേണമെന്ന് തിരിച്ചറിയുകയും ഇട്ട കാശ് പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പ്രോജക്റ്റുകളിൽ നിന്ന് ആൾക്കാർ വിഡ്രോ ചെയ്യുന്ന ഒരു കാലഘട്ടവും ഉണ്ടായി. അതിന് AI വിന്റർ എന്നാണ് പറയുന്നത്. 1970s ഒരു AI വിന്റർ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പച്ചപിടിച്ച് കയറി വന്നിട്ട് 1980 ആയപ്പോൾ വീണ്ടും ഒരു AI വിന്റർ ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് പിന്നീട് 1980s ശേഷം പ്രധാനമായിട്ടും രണ്ട് ഇന്റർവെൻഷനാണ് AI അടുത്ത ലീപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ജപ്പാനിൽ ഒരു റെയിൽവേ സിസ്റ്റത്തിനെ ഒരു വലിയ രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു പ്രവർത്തനവും, രണ്ടാമത്തത് ആദ്യകാലം മുതൽ തന്നെ മനുഷ്യർ AIയുടെ ഡെവലപ്മെന്റിനകത്ത് ശ്രമിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ചെസ് കളിക്കാൻ ഒരു AI സിസ്റ്റത്തിന് പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെസ് കളിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ അന്നത്തെ ഒരു ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ 1997 തോൽപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ പിന്നീട് മനസ്സിലായി ചെസ് കളിച്ച് തോൽപ്പിക്കാൻ എളുപ്പമാണ്, വളരെ കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ആ ഒരു കാര്യമൊക്കെ പിന്നീടാണ് മനസ്സിലായെങ്കിൽ കൂടിയും ഇതൊരു വലിയ ലീപ്പായിരുന്നു. ഗാരി കാസ്പറോവിനെ ഡീപ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഡീപ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ AI എന്ന ഒരു മേഖലയുടെ സാധ്യതയെ പറ്റി ഇൻഡസ്ട്രി മനസ്സിലാക്കുകയും ലോകത്തിലുള്ള പല ഇൻഡസ്ട്രികളും പല ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കുകയും ഒരുപാട് പൈസ പിന്നീട് അതിലേക്ക് വരികയും അതിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് 2000 മുതൽ AIയുടെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും ചെയ്തത്. പ്രത്യേകിച്ച് ഇന്റർനെറ്റിന്റെ ഒരു വരവോടുകൂടി ഇന്റർനെറ്റ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഇതെല്ലാം പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന ഒരു സൗഹൃദ സഹായ സംഘങ്ങളാണ്. ഇവരെല്ലാവരും ഈ എല്ലാ ടെക്നോളജികളും ഒരുമിച്ച് വളരുന്നതിന്റെ ഭാഗമായി AI അതിന്റെ 2000-2010 സമയത്തിൽ ഡീപ്പ് ലേണിംഗ് എന്ന ഒരു ആശയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും ന്യൂറൽ നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ലാർജ് ലാംഗ്വേജ് മോഡലുകളൊക്കെ ഉണ്ടാക്കുകയും അത് 2016 മുതൽ 2023 വരെയുള്ള സമയത്തിൽ പലതരം GPT-കൾ, ഇപ്പോൾ നമ്മുടെ ചാറ്റ് GPT ഒക്കെ ഒരു GPT ആണ്, ആ തരത്തിലുള്ള പലതരം GPT-കളൊക്കെ ഉണ്ടായി വരികയും അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന AI ഒരു കുതിച്ചു ചാട്ടത്തിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ AIയുടെ ഡെവലപ്മെന്റ് തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ അത്ഭുതത്തോടു കൂടി കണ്ടിരുന്ന പല കാര്യങ്ങളും സ്വാഭാവികമായി മാറിക്കഴിയുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. നമ്മുടെ ചുറ്റും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും AI ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ചാറ്റ് GPTയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി AI ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് തിരിച്ചറിയാത്ത ഒരു ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഇമ്പാക്റ്റും ഇതിന്റെ സാധ്യതകളും ഇത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ലോകക്രമം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഉള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ വരുന്ന സെഷനുകളിൽ കണ്ടിന്യൂ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.